ആദ്യത്തെ 38 വെള്ളിയാഴ്ചയും കൂടിയാണ്. ധനുർമാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നമുക്ക് എല്ലാം നല്ല സുദിനം കിട്ടി. സൂഷാചമേ സുദിനം ചമേ, നല്ല സുദിനം. ആ സുദിനത്തിൽ കണ്ണന്റെ ഏറ്റവും രസകരമായ ലീലകളാണ് ബാലലീലകൾ. അതിൽ നിന്ന് ആ രാസം വരെ നമുക്ക് ആസ്വദിക്കാം. പറ്റുന്ന സമയത്ത് പറ്റുന്ന രീതിയിൽ നമുക്ക് ആസ്വദിക്കാം. ശുക്രാചാര്യന്മാർ 4-5 പേരുണ്ട്. വർണ്ണിതം വ്യാസപുത്രൈഹി എന്നാണ് പറയുന്നു. ശ്രീശുകൻ, ഛായാശുകൻ, ലീലാശുകൻ, സുഖബ്രഹ്മം, അങ്ങനെ പല ശുകന്മാർ. അതിൽ ലീലാശുകൻ പറയുന്നു, യേഷു പ്രവാദേഷു സയേവ മന്യേ ക്ഷണോപി ഗണ്യഃ പുരുഷായുഷേഷു ആസ്വാദ്യതേ യസ്യ കയാപി ഭക്ത്യാ നീലസ്യ ബാലസ്യ നിജം ചരിത്രം. നമ്മുടെ ജീവിതം ഒരു നദിയുടെ വെള്ളം പോലെ, ഒഴുക്ക് വെള്ളം എങ്ങനെയാണോ അതുപോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പാസിംഗ് ക്ലൗഡ്സ് പോലെയാണ് നമ്മുടെ താട്ട്സ് ആണ് നമ്മുടെ ജീവിതമായി ഇവിടെ ആവുന്നു. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ വേറെ ഒരു ആഗ്രഹം ഇല്ല, എപ്പോഴും ഇങ്ങനെ പാല് കുടിച്ചിട്ടേ ഇരുന്നാൽ മതി, അതാണ് അവരുടെ ഇഷ്ടം. കുറച്ച് പ്രായമാകുമ്പോൾ കളിച്ചുകൊണ്ടേയിരിക്കണം, കുറച്ച് പ്രായമാകുമ്പോൾ പഠിക്കണം, പിന്നെ കൂടുതൽ പ്രായമാകുമ്പോൾ ജോലിക്ക് പോകണം, അതിനുശേഷം വിവാഹം കഴിച്ചാൽ കുട്ടികളെ നോക്കണം, കുടുംബം നോക്കണം. പിന്നെ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ മിക്കവാറും പ്രായം വൃദ്ധന്മാരുടെ എല്ലാ ചിന്തയും വേറെ കുട്ടികളെ ഓർത്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ നമ്മുടെ താഴ്ച പോകുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ഭഗവാനെ സ്മരിക്കാറുണ്ടല്ലോ, അതാണ് ജീവിതത്തിന്റെ സാഫല്യമായ ദിവസങ്ങളാണ്, സാഫല്യമായ നിമിഷങ്ങളാണ്. അങ്ങനെ നമുക്ക് ഭഗവാന്റെ സാഫല്യമായ ഒരു നീലസ്യ ബാലസ്യ, ഭഗവാന്റെ എത്രയോ ലീലകൾ ഉണ്ടായാലും നമ്മൾ നാമായിരിക്കുന്നത് ചെറുപ്പകാലത്തിലാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഭാഗവതത്തിൽ ഏകാഷ്ടത്തിൽ പറയാൻ പോകുന്നു, ആത്മക്രീഡ ആത്മഗതി വിചരാമേക ബാലവത്ത്. ചെറിയ കുട്ടികൾക്ക് മാനം അവമാനം ഇല്ല. രാജാവെ എന്ന് വിളിച്ചാലും ചിരിക്കും, കള്ള പറഞ്ഞാലും ചിരിക്കും. അങ്ങനെ ചെറിയ കുഞ്ഞിനെ പോലെ നമ്മൾ എപ്പോഴും ഇരുന്നാൽ മതി. കൃഷ്ണൻ അങ്ങനെയായിരുന്നു. ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു 3 വയസ്സ് പ്രായത്തിൽ, അതേ സന്തോഷത്തിലാണ് 125 വയസ്സിലും ഉണ്ടായിരുന്നു. ആ അനുഭവം കിട്ടാൻ വേണ്ടിയാണ് ഈ ബാലലീലകൾ. കൃഷ്ണൻ ജനിച്ച് 6 ദിവസമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് കൃഷ്ണൻ ജനിച്ച വിഷയം ഗോകുലത്തിലെ എല്ലാവരും അറിഞ്ഞു. യശോദയ്ക്ക് പ്രസവം നോക്കാൻ വേണ്ടി ഒരു മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു. അവർ കൂടെ അവിടെ ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണന്റെ ശബ്ദം കേട്ടപ്പോൾ അവർ ഉണർന്നു. ഉണർന്ന ഉടനെ വിഷയം അറിയിച്ചു. ഉടനെ എല്ലാവരും ராதே கிருஷ்ணா, ராதே கிருஷ்ணா. ஆஃபா இருக்கு. ஆடியோ ஆடியோ இஸ் ஆஃப். ஆடியோ ஆன் பண்ணுங்கோ. പ്രചാരണാർത്ഥം മനസ്സാണ് ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുന്നു, തൊട്ടിൽ പോലെ. ഈ ആടിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിൽ ഉണ്ണിക്കണ്ണനെ എടുത്ത് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ഈ തൊട്ടിൽ ആടിയാലും കുഴപ്പമില്ല. മനസ്സാകുന്ന തൊട്ടിൽ, ആ തൊട്ടിലിൽ ഇട്ട് കണ്ണനെ എല്ലാവരും ആസ്വദിച്ചു, ആശീർവാദം ചെയ്തു. താ ആശിഷ പ്രയുഞ്ജാനാഹ. സാധാരണ ആശീർവാദം ചെയ്യുമ്പോൾ ചിരഞ്ജീവിയായി ഇരിക്കണം, അന്നേ ആശീർവാദം ചെയ്യുള്ളൂ. ഇവിടെ എന്ത് ചെയ്തു? ചിരം പാഹീതി. ഒരു 85-90 വയസ്സായ ഒരു ഗോപി, ഒരു മുത്തശ്ശിയായ ഗോപി ഇവിടെ വന്ന് നോക്കി. കണ്ണന്റെ കൈകളിൽ ശംഖചക്ര രേഖ കണ്ടപ്പോൾ, ഈ അവതാരപുരുഷനായ ഉണ്ണി ജനിച്ചപ്പോൾ എനിക്ക് പ്രായമായല്ലോ വിചാരിച്ച് കണ്ണനക്കിടേണ്ട അക്ഷത സ്വന്തം ശിരസിലിട്ടു. ഞാൻ ദീർഘാശായി ജീവിക്കണേന്ന്. ചിരം പാഹീതി ബാലകേ. അങ്ങനെ കണ്ണനെ ആസ്വദിച്ചു. കണ്ണൻ ജനിച്ച ശേഷം ഓരോ വീട്ടിലും ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു എന്നാണ് പറയുന്നു ഇവിടെ. തത ആരഭ്യനന്ദസ്യ വ്രജഃ സർവസമൃദ്ധിമാൻ ഹരേർനിവാസാത്മഗുണൈഃ രമാക്രീഡമഭൂനൃപ. ഇവിടെ സൂം ആപ്പിലോട് കൂടി ആരൊക്കെയാണ് ശ്രമിക്കുന്നുവോ ഈ കൃഷ്ണാവതാരം, ഈ നന്ദോത്സവം, അവരുടെ വീട്ടിലും എല്ലാ ലക്ഷ്മി കടാക്ഷവും നിറയട്ടെ എന്നാണ് സുഖാചാര്യൻ ഇവിടെ ആശീർവദിക്കുന്നു. വ്രജഃ സർവസമൃദ്ധിമാൻ.
അങ്ങനെ സമൃദ്ധിയായി വ്രജം. ഈ സമയത്താണ് നന്ദഗോപൻ കംസനക്ക് ഇൻകം ടാക്സ് ആ വരി പണം കട്ടാൻ വേണ്ടി പുറപ്പെട്ടു ചെന്നു. ഇൻകം ടാക്സ് ആരാണ് ശരിക്കും അടയ്ക്കുന്നുവോ അവരുടെ വീട്ടിലെ കണ്ണൻ വരുള്ളൂ. അതാണ് അവിടെ കാണിച്ചു തരണം. നന്ദഗോപൻ കണ്ണൻ ജനിച്ച് 6 ദിവസം കൂടെ ആയിട്ടില്ലേ. കംസനക്ക് ടാക്സ് അടയ്ക്കാൻ പോയ സമയത്തിലാണ് കംസൻ പറഞ്ഞയച്ച് ഒരു രാക്ഷസി അവിടെ വരുന്നു. പൂതന ലോകബാലത്തി, പൂതന അവരുടെ പേര്. ഭൂതം ശുദ്ധത്വം ഇല്ലാത്ത സ്ത്രീ, അതാണ് പൂതന പേര്. ആ പൂതന ഒരു രാക്ഷസിയാണ്. രാക്ഷസിയായാലും വരുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ബ്യൂട്ടി പാർലറിൽ കയറി നല്ല വേഷം കെട്ടി വന്നു. അന്നത്തെ ബ്യൂട്ടി പാർലറിൽ രാക്ഷസിയെ പോലും നല്ല പെൺകുട്ടിയാക്കിയിരുന്നു. ഇപ്പോഴോ നല്ല പെൺകുട്ടിയെ രാക്ഷസിയാക്കി വിടുന്നു. മര്യാദയ്ക്ക് പിന്നിരിക്കുന്ന പെൺകുട്ടിക്ക് അഴിച്ചിടാൻ പറഞ്ഞു കൊടുക്കുന്നു. നഖമില്ലാതെ പെൺകുട്ടി നഖം കീട്ടി കൊടുക്കുന്നു. മര്യാദയ്ക്ക് ധാവണി പാവാട കൊടുത്തിയ പെൺകുട്ടിക്ക് സാധാരണ ഡ്രസ്, ഒന്നും മറയ്ക്കാത്ത ഡ്രസ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ബ്യൂട്ടി പാർലർ. ഈ പൂതനയെ കണ്ടപ്പോൾ ഗോപിമാർ വിചാരിച്ചു മഹാലക്ഷ്മി എന്നാണ് വിചാരിച്ചു. ഗോപ്യകാശ്രിയം ദ്രഷ്ടുമിവാഗതാം പതിം, മഹാലക്ഷ്മിയാണ് വിചാരിച്ച് സ്വാഗതം ചെയ്തു. പൂതന വന്നപ്പോൾ ഉണ്ണിക്കണ്ണൻ പെട്ടെന്ന് കണ്ണടച്ചു. കണ്ണടയ്ക്കാൻ എന്താ കാരണം ഇവിടെ പറയുന്നു മഹാത്മാക്കൾ. സാധുക്കളെ കണ്ട ഈ കണ്ണുകൾ കൊണ്ട് ഈ അസത്തായ പൂതനയെ കാണേണ്ട വിചാരിച്ചു ഭഗവാൻ. നിമീലി ചേക്ഷണ, പിന്നെ കണ്ണു തുറന്നാൽ കണ്ണുവഴി കൂടി ഈ പൂതനയ്ക്ക് അനുഗ്രഹം ചെയ്യേണ്ടി വരും. ഈ പൂതനയെ അനുഗ്രഹിക്കേണ്ട വിചാരിച്ചു ഭഗവാൻ, അല്ലെങ്കിൽ കണ്ണടച്ച് അനുഗ്രഹിക്കണം വിചാരിച്ചു. നിമീലി ചേക്ഷണ. രാമാവതാരത്തിൽ ആദ്യമായി ഒരു സ്ത്രീ വന്നു, താടകൻ. താടകയെ സംഹാരം ചെയ്തപ്പോൾ രാമനോട് ചോദിച്ചു വിദ്വാൻമാരൊക്കെ, ഒരു വീരനായ രാമൻ ഒരു സ്ത്രീയെ വധിക്കാവോ? അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഞാനായിട്ട് വധിച്ചിട്ടില്ല, എന്റെ ആചാര്യൻ വിശ്വാമിത്രനെ പറഞ്ഞിട്ടാണ് ഞാൻ വധിച്ചു. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ കൃഷ്ണനക്ക് ഒരു സംശയം. ഇപ്പോൾ കൃഷ്ണാവതാരത്തിന് ആദ്യമായി യുദ്ധത്തിന് ഒരു സ്ത്രീയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ സ്ത്രീയെ വധിക്കാമോ ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? ആലോചിച്ചപ്പോഴാണ് മനസ്സിലാക്കി, ഞാൻ നോക്കിയിട്ടേ പറയാമല്ലോ, അതുകൊണ്ട് കണ്ണടച്ചിരിക്കുന്നു. നിമീലി തീക്ഷണ. പിന്നെ പ്രധാനമായ ഒരു കാരണം മഹാദേവനെ പരമേശ്വരനെ ധ്യാനിക്കാൻ വേണ്ടി കണ്ണടച്ചിരിക്കുന്നു കൃഷ്ണൻ. എന്താണ് കാരണം? മഹാദേവർക്ക് ശിവനക്കാണ് വിഷം കുടിച്ച് പ്രാക്ടീസ്. ഇപ്പൊ വിഷം നേരിക്കാൻ വന്നിരിക്കുന്നു പൂതന. വിഷം കൊണ്ടുവന്ന പൂതനയെ, ആ പൂതനയുടെ വിഷം കുടിക്കണമെങ്കിൽ വിഷം കുടിച്ചാൽ അവിടെ ചോദിക്കട്ടെ വിചാരിച്ച് കണ്ണടച്ച് മഹാദേവനോട് ചോദിച്ചു, വിഷം എങ്ങനെയാണ്? ഇതിനു മുമ്പ് ഞാൻ കുടിച്ചിട്ടില്ലേ, അത് കയ്പാണോ എരിവാണോ എന്ന് ചോദിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം കുടിച്ചതാണ്, അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, അവിടെ ഇടയ്ക്ക് ചെറിയ മയക്കമേ കൊണ്ടുള്ളൂ. അങ്ങനെ ശിവൻ വിഷം കുടിച്ച് കുറച്ചു നേരം മയങ്ങി കിടന്നു. ഇന്ന് ഒരു സ്ഥലം തമിഴ്നാട്ടിൽ ചെന്നൈയുടെ അടുത്ത് സുരുട്ടപ്പള്ളി ഒരു ക്ഷേത്രമുണ്ട്. അവിടെ സാധാരണ മഹാവിഷ്ണുവിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പത്മനാഭനായിട്ട് ഇങ്ങനെ കിടന്നിരിക്കുന്ന ഒരു തിരുക്കോളം. പക്ഷെ ഇവിടെ ചുരുട്ടപ്പള്ളി എന്ന സ്ഥലത്ത് മഹാദേവൻ പരമേശ്വരൻ ഇങ്ങനെ പത്മനാഭോളം കിടക്കുന്ന ഒരു രംഗം കാണാം ആ ക്ഷേത്രത്തിൽ. എന്താണ് കാരണം ചോദിച്ചാൽ, കുറച്ച് ഈ വിഷം കുടിച്ചപ്പോൾ കുറച്ച് വഴങ്ങിയതാണ്. അതുകൊണ്ട് കുടിച്ചോട് കുഴപ്പമില്ല പറഞ്ഞപ്പോഴാണ് മഹാദേവനെ ആവാഹിച്ചു തന്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ. ഞാൻ പാല് മാത്രം കുടിച്ചേക്കാം, നിങ്ങൾ വിഷം കുടിച്ചോട് പറഞ്ഞ് കണ്ണൻ മഹാദേവനെ ആവാഹിക്കാൻ വേണ്ടി കണ്ണടച്ചിരിക്കുന്നു. ചരാചരാത്മാസ നിമീലിതേക്ഷണ. ഇവിടെ സുഖാചാര്യനും പറയുന്നു രോഷസമന്വിത. രോഷൻ പറഞ്ഞാൽ മഹാദേവൻ എന്നാണ് അർത്ഥം. ആ മഹാദേവനെ ആവാഹിച്ചുകൊണ്ടാണ് ഈ പൂതനയുടെ പാലോടൊപ്പം വിഷവും ചേർത്ത്, വിഷം കുടിക്കാൻ കുറച്ച് ഉപ്പിലിട്ടതുപോലെ കൂട്ടാൻ വേണ്ടേ, അതിന് പൂതനയുടെ പ്രാണം ചേർത്ത് ഭഗവാൻ സ്വീകരിച്ചു. പൂതനെ വിട് പറഞ്ഞ് ആദ്യം പൂതന ശരീരത്യാഗം ചെയ്തു. പൂതനയുടെ ശരീരത്തിൽ നിന്നും ഒരു നല്ല ഗന്ധം ഉണ്ടായി എന്നാണ് അവിടെ പറയുന്നു. ആ പൂതനയുടെ ശരീരം കഷ്ണം കഷ്ണമാക്കി അവർ ദഹിപ്പിക്കുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ നന്ദഗോപനും അവിടെ എത്തിച്ചേർന്നു. കംസനക്ക് കപ്പം വരിപ്പണം കെട്ടാൻ പോയ നന്ദഗോപൻ വസുദേവൻ പറഞ്ഞേച്ച് വേഗം തിരിച്ചു വരുന്ന സമയത്ത് കൂട്ടമായിരിക്കുന്നത് കണ്ടപ്പോൾ എന്തോ ആപത്ത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് വിചാരിച്ച്
ഭഗവാനെ ശരണം പ്രാപിച്ചു. അതിം ജഗാമ ശരണം. ഏത് ആപത്ത് വന്നാലും നമുക്ക് ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മതി. ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരി ശരണം മമ 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 ശ്രീഹരി ശരണം മമ ശ്രീഹരി ശരണം മമ. ഹരിം ജഗാമ ശരണം. ഹരിശരണം എന്ന നാമം ജപിച്ചാൽ മതി, നമ്മുടെ എല്ലാ ആപത്തുകളും മാറിക്കിട്ടും. ഹരിസ്മൃതി സർവ വിപത് വിമോക്ഷണം എന്നാണ് പറയുന്നത് ഭാഗവതത്തിൽ. അങ്ങനെ പൂതനയുടെ ആപത്തിൽ നിന്നും ഭഗവാൻ രക്ഷപ്പെട്ടു. പൂതനയെ ദഹിപ്പിച്ചപ്പോൾ ഒരു നല്ല മണം, സുഗന്ധം കിട്ടി. എന്താണ് കാരണം? പൂതനയ്ക്കും സദ്ഗതി കൊടുത്തു ഭഗവാൻ. കൊല്ലാൻ വന്ന പൂതനയ്ക്ക് പോലും സദ്ഗതി കൊടുക്കാൻ എന്താണ് കാരണം? അമ്മയെ പോലെ വേഷം കെട്ടിയല്ലേ. ഇതാണ് നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുന്നു. നീ ഭക്തനാവേണ്ട, ഭക്തനെ പോലെ വേഷം കെട്ടി കിടന്നാ മതി. ഭക്തരെ പോലെ ഭസ്മവും രുദ്രാക്ഷോ തുളസി ഗോപിമാല ഒക്കെ അണഞ്ഞ് ഭക്തരെ പോലെ വേഷം കെട്ടിയാൽ മതി. ആ ഭക്ത വേഷത്തിനെ പോലും ഭഗവാൻ അനുഗ്രഹിക്കും എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നു. അപ്രാപ്ത ഭാവ ഭക്ത വേഷോപി എന്നാണ് അവിടെ കാണിച്ചു തരുന്നു. അതിനുശേഷം ഭഗവാനക്ക് അവർ രക്ഷ ചെയ്തു. ഗോപികമാർ ഭഗവാന്റെ തിരുനാമങ്ങളെ കൊണ്ട് രക്ഷ ചെയ്തു. ഇവിടെ ഒരു 8 ശ്ലോകം പറയുന്നുണ്ട്. പൂതന നിവാരണ അഷ്ടകം. ചെറിയ കുട്ടികൾക്ക് ആപത്തുണ്ടാവും, വളരിഷ്ടം എന്ന് ജ്യോതിഷന്മാർ പറയും. കോടര, രേവതി, ജ്യേഷ്ഠ, പൂതന ഇതൊക്കെ കുട്ടികളെ ബാധിക്കുന്ന ഗ്രഹങ്ങളാണ്. അവരുടെ ബാധയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഈ 8 ശ്ലോകം ജപിച്ചാൽ മതി. ഭാഗവതത്തിൽ 10ാമത്തെ സ്കന്ധം 6ാമത്തെ അധ്യായം 26 മുതൽ ഉള്ള 8 ശ്ലോകങ്ങളാണ് പൂതന നിവാരണ അഷ്ടകം. അവ്യാജംഘ്രിമണിമാംസ്തവജാൻവസോ യജ്ഞോസ്തുതഃകടിതടം ജഠരം ഭയാസ്യഃ ഹൃത്കേശവസ്ത്വദുരൈശയിനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമ ചക്ര്യഗ്രതഃ സഹ ഗദോ ഹരിദസ്തു പശ്ചാത് ത്വത്പാർശ്വയോർധനുരസീമധുഗാജനശ്ച കോണേഷു ശംഖഗുരുഗായ ഉपर्युपेन्द्रः साक्ष्यः क्षितौ हरधरः पुरुषः समन्तात् इन्द्रियाणि ऋषिकेशः प्राणान्नारायणोऽवतु श्वेतद्वीपपतिश्चित्तं मनो योगेश्वरोऽवतु कृष्णिगर्भस्तु ते बुद्धिम् आत्मानं भगवान् परः क्रीडन्तं पातु गोविन्दः शयानं पातु माधवः व्रजन्तमव्याद्वैकुण्ठः आसीनं त्वां श्रियःपतिः भुञ्जानं यज्ञभुक् पातु सर्वग्रहभयङ्करः डाकिन्यो यातु धान्यश्च पुष्पाण्डायेर्भगग्रहाः भूतप्रेतपिशाचाश्च यक्षरक्षो विनायकाः कोटरा रेवती ज्येष्ठा पूतना मातुकार्यः उन्मादायैक्यपस्मारादेह प्राणीन्द्रियद्रुहः स्वप्नदृष्टा महोत्पाता वृद्धबालग्रहाश्च ये सर्वे नश्यन्तु हे വിഷ്ണോർനാമഗ്രഹണഭീരവഃ. ഈ 8 ശ്ലോകങ്ങൾ ജപിച്ചാൽ മതി. കുട്ടികളുടെ വീട്ടിൽ ആ കുട്ടികളുടെ ആപത്തൊക്കെ മാറിക്കിട്ടും എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. ഈ പൂതനാമോക്ഷം ആർക്കെയാണ് ശ്രവണം ചെയ്യുന്നുവോ അവർക്ക് കൃഷ്ണഭക്തി ഉണ്ടാവും എന്നുകൂടി ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത്. കൃഷ്ണൻ ജനിച്ച് 1 മാസമേ ആയിട്ടുള്ളൂ. ആ സമയത്താണ് കണ്ണനെ കുളിപ്പിച്ച് യശോദ വാതിൽ ഒരു വണ്ടിയുടെ അടിയിൽ കണ്ണനെ ഉറക്കിയ സമയത്താണ് ശകടാസുരൻ ഒരു അസുരൻ വന്നു. ആ വണ്ടി ചക്രത്തിൽ ആവേശിച്ചു. ഈ ശകടാസുരനാണ് ഇങ്ങനെ ആദ്യം ഒരു തുടക്കം കുറിച്ചു. ഇപ്പൊ മിക്കവാറും എല്ലാ അസുരന്മാരും വണ്ടി രൂപത്തിലാണ്, ബസ്, കാറ്, ട്രെയിനായി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ വണ്ടി രൂപത്തിൽ ആളെ ക്ലോസ് ചെയ്യുന്ന ഒരു പരിപാടി ഈ ശകടാസുരനാണ് തുടങ്ങി വെച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ ശകടാസുരൻ വന്നപ്പോൾ മായാചാരോ മായയാ വർത്തിതവ്യ. ഭഗവാൻ തന്റെ ചെറിയ കാലുകൊണ്ട് ഒരു തട്ട് കൊടുത്തു. അതുകൊണ്ട് എന്തായി? ശകടാസുരന് മുക്തി കിട്ടി. ശകടാസുരന് മുക്തി കിട്ടി എന്നാണ് പറയുന്നു.
അതുകൊണ്ട് ഗുരുനാഥൻ ശകടാസുരനക്ക് ഒരു പാട്ട് കൂടി പാടി. ഭജരേ മാനസ ശകടം ഭാഗ്യവന്തം ഭജരേ മാനസ ശകടം. യോഗികൾക്കും ജ്ഞാനികൾക്കും കിട്ടാത്ത ഭഗവാന്റെ പാദം കിട്ടിയില്ലേ ഈ ശകടാസുരനക്ക്. ഭാഗ്യവാൻ ശകടാസുരന് കിട്ടി. പിന്നെ കണ്ണൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മടിയിൽ വെച്ച് ലാളിക്കുന്ന സമയമാണ്. അങ്ങനെ കുട്ടികളെ ഒരു പാട്ട് പാടി ലാളിക്കാറുണ്ട് തമിഴ്നാട്ടിലൊക്കെ. ஆணை ஆணை அழகர் ஆணை அழகரும் சொத்தரும் ஏறும் ஆணை கட்டி கரும்பை முறிக்கும் ஆணை காவேரி தண்ணீரை கலக்கும் யானை குட்டி யானைக்கு கொம்பும் முளைச்சதாம் பட்டணமெல்லாம் பறந்தோடி போச்சாம். ஒரு பாட்டு பாடி കുട്ടികളെ ലാളിക്കാറുണ്ട്. അങ്ങനെ കണ്ണനെ യശോദ ലാളിക്കുന്ന സമയത്ത് ഒരു അസുരൻ വന്നു. തൃണാവർത്തൻ എന്നാണ് പേര്. കൊടുങ്കാറ്റ് രൂപത്തിലാണ് തൃണാവർത്തൻ വന്നു. എല്ലാവരുടെ കണ്ണിലും മണ്ണ് വീശി കണ്ണനെ എടുത്തുകൊണ്ട് പോയി. കുറച്ചു ദൂരം നിന്നപ്പോൾ കണ്ണൻ പറഞ്ഞു അമ്മയുടെ അടുത്ത് പോകുന്നു. തൃണാവർത്തൻ പറഞ്ഞു ഞാൻ അമ്മയുടെ അടുത്ത് പോകുന്നില്ല, അമ്മാവന്റെ അടുത്താണ് ഞാൻ പോകുന്നു. അപ്പോൾ കണ്ണൻ പറഞ്ഞു ഞാൻ അമ്മാവനെ കാണാൻ അക്രൂരന്റെ ഒപ്പം പോയിക്കോളാം, നിന്നെ പോലെ കുറുറിനോടൊപ്പം പറ്റില്ല പറഞ്ഞ ഭഗവാൻ തൃണാവർത്തന്റെ കഴുത്ത് നെക്കി തൃണാവർത്തനക്കും മുക്തി കൊടുത്തു. ഒരു കൊല്ലമായി ഇന്ന് കണ്ണക്ക് പേരിട്ടിട്ടില്ല. ഒരു മഹാത്മാക്കളുടെ അടുത്ത് നിന്ന് പേര് കിട്ടിയാൽ കുട്ടിക്ക് ക്ഷമ ഉണ്ടാവും. ഇപ്പോഴൊക്കെ മഹാത്മാക്കളോട് ചോദിക്കാറില്ലേ, കമ്പ്യൂട്ടറിൽ ചോദിച്ചാൽ മതി, ഇവിടെ 1000 പേര് തരും, അതിൽ എന്തെങ്കിലും ഒരു പേരെടുത്ത് ഇടാറുണ്ട്. കമ്പ്യൂട്ടറിന് പേര് കൊടുക്കാനേ പറ്റുള്ളൂ, പക്ഷേ ആശീർവദിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ മഹാത്മാക്കളുടെ അടുത്ത് ചെന്ന് പേര് ചോദിക്കണം. അങ്ങനെ ഒരു മഹാത്മാവ് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഗർഗാചാര്യൻ അവിടെ നാമം ജപിച്ചു വരുന്നു. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മധുസൂദന കൃഷ്ണ ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ 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 ജയ രാധേ 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 ഹേ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മനമോഹന കൃഷ്ണ മനമോഹന കൃഷ്ണ. നാമം ജപിച്ച് ഗർഗാചാര്യൻ അവിടെ വരുന്നു. വസുദേവൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നു. അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു എന്റെ ഉണ്ണിക്കും അതുപോലെ വസുദേവന്റെ ഉണ്ണിക്കും പേരിടണം പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോട് സ്വീകരിച്ചു. പക്ഷേ ഞാൻ പ്രസിദ്ധ ആചാര്യനാണ്. യദൂണാമഹമാചാര്യ ഖ്യാതശ്ച ഭുവി സർവതഃ. ഗർഗാചാര്യൻ വലിയ ജ്യോത്സ്യനാണ്. ഒരു ജ്യോത്സ്യനായി തന്നെ പ്രസിദ്ധനാകും. വലിയ ജ്യോത്സ്യനാകുമ്പോൾ കുറച്ചുകൂടി പ്രസിദ്ധം കൂടുതലാകും. ഗർഗാചാര്യൻ പോയാൽ പിന്നെ അടുത്ത പത്രത്തിലുണ്ടാകും ഗർഗാചാര്യൻ ഗോകുലം പോയി എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ രഹസ്യമായിട്ട് പേരിടാൻ പറഞ്ഞ് ഒരു രഹസ്യത്തിൽ ഒരു പശു തൊഴുത്തിന്റെ അടുത്താണ് ഉണ്ണിയിലേക്ക് പേരിടാൻ തീരുമാനിച്ചു. ആദ്യത്തെ ഉണ്ണിയെ കണ്ടു. നല്ല ബലശാലിയായിരിക്കുന്നു, രാമനായിരിക്കുന്നു, നല്ല രമ്യനായിരിക്കുന്നു, സൗന്ദര്യവാനായി. അതുകൊണ്ട് ബലരാമൻ. ഇവന്റെ ബലം അടുത്ത നന്മയ്ക്ക് ഉപയോഗമാകും. അതുകൊണ്ട് ബലഭദ്രൻ. പിന്നെ സംഘർഷണൻ. പിന്നെ മൂന്ന് പേരിട്ടു. പിന്നെ അടുത്ത് കണ്ണനക്ക് പേരിടണം നോക്കുമ്പോൾ തന്നെ കണ്ണൻ നോക്കി ഗർഗാചാര്യനെ, നിനക്ക് പേരിട്ട് പറഞ്ഞു വിട്ട ആളാണ് ഞാൻ, എനിക്ക് പേരിടാൻ വന്നോ ചോദിച്ചു. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഗർഗാചാര്യന് മനസ്സിലായി ഈ ഉണ്ണിക്ക് എന്ത് പേരിടണം ആലോചിക്കണം. വിഷ്ണു വഷക്കാരോ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എന്താണ് പേരിടണം ആലോചിക്കുമ്പോൾ കണ്ണൻ ഒരു ക്ലൂ കൊടുത്തു. ഗർഗാചാര്യന്റെ അടുത്ത് വന്ന് ഗർഗാചാര്യന്റെ താടി പിടിച്ചു വലിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് പിടിച്ചു വലിക്കുന്ന ആള് എന്നാണ് പേരിട്ടു. കർഷകീതി കൃഷ്ണ. എല്ലാവരെയും സുമുഖാൻ ദുർമുഖാൻ ദേവ സുമുഖാൻ വിമുഖാസ്ഥാപി. സുമുഖമായി വരുന്നവരും വിമുഖമായി പോകുന്നവരെയും എല്ലാവരെയും ആകർഷിക്കുന്നത് കൊണ്ടാണ് കൃഷ്ണൻ പേരിട്ടു.
കോടി ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ പേരാണ് കൃഷ്. കോടി ജന്മ കൃതം പാപം കൃഷിരിത്യുച്യതേ ബുധൈഹി തന്നാശന കരോ ദേവഃ കൃഷ്ണയിത്യഭിധീയതേ. കോടി ജന്മത്തിൽ ചെയ്ത പാപങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ടും കൃഷ്ണൻ എന്ന് പേരിട്ടു. അതിനുശേഷം ഗർഗാചാര്യന് പോയ ശേഷം കണ്ണന്റെ ബാലലീലകൾ ഇവിടെ വർണ്ണിക്കുന്നു. ഓരോരോ മാസം ഓരോരോ ലീലകൾ ആടി എന്നാണ് ഭക്തന്മാർ പാട്ടായി പാടാറുണ്ട്. ഒരു മാസமான கிருஷ்ணன் உதட்டை பிதுக்கி அழுவன், 2 மாசமான கிருஷ்ணன் இங்கு பேசுவன், 3 மாசமான கிருஷ்ணன் முகத்தை பார்த்து சிரிப்பன், 4 மாசமான கிருஷ்ணன் நீந்தி விளையாடுவன், 5 மாசமான கிருஷ்ணன் கொஞ்சி விளையாடுவன், 6 மாசமான கிருஷ்ணன் அத்தை என்று அழைப்பன், 7 மாசமான கிருஷ்ணன் எழுந்திருந்து நிற்பன், 8 மாசமான கிருஷ்ணன் 8 அடி வச்சு நடப்பன், 9 மாசமான கிருஷ்ணன் ஓடி சாடி கழிப்பன், 10 മാസமான കൃഷ്ണൻ വാൾസട്ടിയെ ഉടൈപ്പൻ. 10-ാം മാസം തന്നെ ഭഗവാൻ വാൾകളൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി എന്നാണ് ഭക്തന്മാർ പാടുന്നു. അങ്ങനെ കണ്ണൻ അതൊക്കെ മുട്ടുകുത്തി അമ്മയ്ക്ക് സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറി ചെന്നു. അതിനു മുമ്പ് ആദ്യം ഈ വികൃതിയൊക്കെ തുടങ്ങുന്ന ഒരു നല്ല സ്ഥലത്ത് തുടങ്ങാൻ തീരുമാനിച്ച് ആദ്യം പൂജാമുറിയിൽ കയറി അവിടെ ശാലഗ്രാമം ഉണ്ടായിരുന്നു പൂജിക്കാം. കണ്ണൻ ആ ശാലഗ്രാമം എടുത്ത് വായിലെടുത്തിട്ടു. കറുത്തകലെ ഉരുണ്ടയായിരിക്കുമ്പോൾ ഞാവൽപ്പഴം വിചാരിച്ചു, അല്ലെങ്കിൽ എള്ളുരുണ്ട വിചാരിച്ച് വായിലെടുത്തിട്ടു. പിന്നെ നന്ദഗോപൻ പതുക്കെ കണ്ണന്റെ വായിൽ നിന്നും ആ ശാലഗ്രാമം എടുത്ത് മാറ്റി വെച്ചു. നന്ദഗോപൻ ആഗ്രഹിച്ചത് ഇതിനു വേണ്ടിയാണ്. വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യോദയായ ച. പണ്ട് ഒരു ആൺകുട്ടി ഉണ്ടാവണം വിചാരിക്കും. എന്താ കാരണം? ആൺകുട്ടി ഉണ്ടാളെ നമ്മുടെ തേവാറമൊക്കെ അതിൽ ഏൽപ്പിച്ച് പോകാൻ പറ്റും. അപ്പൊ നമ്മുടെ തേവാറം പൂജിക്കാൻ ഒരു ആൺകുട്ടി വരുന്നു. നന്ദഗോപൻ ആഗ്രഹിച്ചു. പക്ഷെ പൂജാവിധി മാറിയോ സംശയം. കണ്ണൻ ആലോചിച്ചു, സാലഗ്രാമ പൂജ പറഞ്ഞതിന്റെ അർത്ഥം ഒരു തട്ടത്തിൽ സാലഗ്രാമം വെച്ച് വെള്ളം ഒഴിക്കണം, ആ തീർത്ഥം സേവിക്കണം. ഇത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ, വെള്ളമുള്ള സ്ഥലത്തിന് എടുത്തിട്ടാൽ മതി. സാലഗ്രാമ തീർത്ഥം ഉള്ളിൽ പോകില്ലേ വിചാരിച്ച് കണ്ണൻ ശാലഗ്രാമം തന്നെ എടുത്ത് വായിലെടുത്തിട്ടു. പിന്നെ പൂജാമുറിയിൽ മാറ്റി വെച്ചപ്പോഴാണ് അടുക്കളയിൽ കയറി. പണ്ടൊക്കെ അടുപ്പൊക്കെ താഴെയായിരിക്കും. ഇപ്പോഴാണ് മേട കെട്ടി നിന്ന് പാചകം ചെയ്താണ് ഇപ്പൊ എല്ലാ സ്ത്രീകൾക്കും നടുവേദന, മുട്ടുവേദനയൊക്കെ തുടങ്ങി. എന്താ കാരണം? ഈ എഞ്ചിനീയർക്കും ഡോക്ടർമാർക്കും എന്തോ സംബന്ധമുണ്ടോ സംശയം. എന്താ കാരണം? ഇങ്ങനെ നിന്ന് പാചകം ചെയ്യാൻ പാകത്തിന് ചെയ്തോളൂ അടുക്കള. അവർക്ക് എന്തെങ്കിലും വേദന എന്റെ അടുത്ത് വരും, ഞാൻ നോക്കിക്കോളാം. പണ്ടൊക്കെ അടുപ്പ് താഴെയായിരിക്കും. താഴെ ഇരുന്ന് എത്ര സമയം പാചകം ചെയ്താൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലേ. അടുപ്പ് താഴെയാണ്. സാമ്പാറിൽ ഒരു പിടി ഉപ്പെടുത്ത് ഇട്ടു യശോദ. ഇത് നോക്കി കണ്ണൻ അമ്മയ്ക്ക് സഹായിക്കാൻ തീരുമാനിച്ച് ഉപ്പ് പാത്രത്തിൽ 10 പ്രാവശ്യം ഉപ്പെടുത്തിട്ടു സാമ്പാറിൽ. ഇടയ്ക്കിടയ്ക്ക് അമ്മയെ സഹായിക്കുന്നു കണ്ണൻ. പിന്നെ അടുക്കളയിൽ വേണ്ടാൻ തീരുമാനിച്ച് പശുവിന്റെ തൊഴുത്ത് വെച്ചപ്പോൾ പശുവിന്റെ അടുത്തിരുന്ന് പാല് കുടിക്കാൻ തുടങ്ങി. ഇങ്ങനെ പതുക്കെ മുട്ടുകുത്തിയ കണ്ണൻ നടക്കാൻ തുടങ്ങി. ആദ്യ നടക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ വിഷം. നടക്കും മുമ്പ് സ്വന്തം വീട്ടിൽ മാത്രമേ വിഗതി കാണിച്ചിരുന്നു. നടക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചെല്ലുന്നു. അവിടെ നിന്ന് തൈർക്കളം പാലും തൈരൊക്കെ കുടിച്ച് അത് പൊട്ടിക്കുന്നു. പാൽ തൈര് കുടിച്ചോട്ടെ, കളം പൊട്ടിക്കുന്നത് എന്തിനാ? അവർക്ക് സങ്കടം. ഇതൊക്കെ തത്വങ്ങളാണ്, അവർ മനസ്സിലാക്കിയിട്ടില്ല. യശോദ ചോദിച്ചു, ഇങ്ങനെ അടുത്തൊരു വീട്ടിലേക്ക് പോകാൻ പാടില്ല കണ്ണ. കണ്ണൻ അമ്മയുടെ അടുത്ത്, നീയല്ലേ അന്ന് പറഞ്ഞത്? എന്ത് പറഞ്ഞു? അന്ന് പറഞ്ഞില്ലേ എല്ലാവരുടെ വീടും നമ്മുടെ സ്വന്തം വീടുകൾ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീട്ടിലും കയറി പോകണം എന്നൊക്കെ പറയുന്നു. അവർക്ക് ഒരു ഗ്രൂപ്പായി വന്ന് കണ്ണന്റെ ലീലകൾ ഇപ്പൊ ഞാൻ പറയുന്നത് പോലെയാണ് അവർ പറയുന്നു. ഇപ്പൊ ഞാൻ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ എത്ര ആളുകളാണ് എനിക്ക് ഇപ്പൊ നോക്കാൻ പറ്റില്ലേ? കാരണം എന്റെ ഉള്ളിൽ ഒരു ശ്രോതാവ് നേരിട്ട് കാണാൻ പറ്റില്ലേ ഇങ്ങനെ ഒരു സപ്താഹത്തിൽ. ഞാൻ കേൾക്കാൻ ആള് വേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ കണ്ണൻ തന്നെ അടുത്ത് നിർത്തി. കേൾക്കാൻ കണ്ണൻ ആയിക്കോട്ടെ, എന്റെ മോളുകൂടി ഉണ്ട്. ഇപ്പൊ കേൾക്കാൻ ആളുകൂടി വേണ്ടേ? ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞാൽ 3 ആൾ കേൾക്കാം. ഇവിടെ മാറിപ്പോയി.
100 ആളുകളാണ് ഗോപികമാരാണ് കൃഷ്ണകഥ പറയാൻ വേണ്ടി കേൾക്കാൻ ഒരു ഗോപിയാണ്. അവർക്ക് ഒരു പാട്ടയുടെ പാടുന്നു. തായേ യശോദാവുന്തൻ നായർ കുലത്തോദിത്ത് മായൻ ഗോപാല കൃഷ്ണൻ ചെയ്യും ജാലത്തെ കേളടിതായേ பாலன் என்று தாவி அணைத்த என்னை மாலையிட்டவன் போல் வாயில் முத்தமிட்டாண்டே பால நல்லடி மகன் ஜாலமிக செய்வதெல்லாம் 4 பேர்கள் கேட்கச் சொல்ல நானமிக பாகுதடி தாயே யசோதாவுந்தன் நாயர் குலத்தோதித்த மாயன் கோபால கிருஷ்ணன் செய்யும் ജാലത്തെ കേളടിതായേ. ഈ പാട്ട് പണ്ട് ചെമ്പ വൈദ്യനാഥ ഭാഗവതർ പാടി. അദ്ദേഹം പാടിയപ്പോൾ നാമത്തിൽ ഒരു 1000 രൂപ സംഭാവന കിട്ടും. എന്താ കാരണം? ഇദ്ദേഹം പാടുമ്പോൾ തായേ യശോദാ ഉന്തൻ നായർ കുലത്തൂരിത്ത്, ഉന്തൻ നായർ കുലത്തൂരിത്തിനെ ചേർത്ത് പറയുമ്പോൾ നായർക്ക് സന്തോഷം കൂടുതലായി. എന്റെ മുതലിൽ വെക്കാൻ ജനിച്ചു, സംഭാവന കൊടുത്തു. സംഭാവന വാങ്ങിയ ശേഷം പിന്നെ മുറിച്ചു പാടി ഉന്തൻ ആയർ കുലത്തൂരിത്ത് എന്നൊക്കെ ഗോപികമാർ കണ്ണന്റെ ലീലകളെ അവിടെ വർണ്ണിക്കുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു പുതിയ കള്ളൻ ചെയ്തിട്ടുണ്ടോ സംശയം. എന്താ, സാധാരണ കള്ളന്മാരൊക്കെ പട്ടുവസ്ത്രം, അതേപോലെ വെള്ളി പാത്രം, സുവർണ ആഭരണങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് പോകും. ഈ പുതിയ കള്ളൻ പട്ടിണി നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് സംശയം. എന്താ കാരണം? പാൽ പായസം, അതേപോലെ ഉണ്ണിയപ്പം, മുറുക്ക്, സീട, തട്ട, ഇങ്ങനെ വിവിധമായ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് പോകും. പഴം, പാൽ, തൈര്, വെണ്ണ. ഈ ഗോപി പറയുന്നത് ശരിയാണ്. പട്ടിണി നാട്ടിൽ നിന്നാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. എന്താ കാരണം? വൈകുണ്ഠത്തിൽ അവിടെ നേദ്യം ചെയ്യാറില്ല. സദാ പശ്യന്തി സൂര്യ, അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, സ്തോത്രം ചൊല്ലിക്കൊണ്ടിരിക്കും, നേദിക്കാറില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പട്ടിണി നാട്ടിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നു. വന്ന സമയത്ത് അവതാരത്തെ കുറച്ച് കഴിഞ്ഞു പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഒരു ഗോപി പറയുന്നു, ആ കള്ളൻ വേറെ ആളിലെ യശോദ നിന്റെ മകനാണ്. അപ്പോൾ യശോദ പറഞ്ഞു, കുട്ടികളെ കുറ്റം പറയാനേ പാടില്ല. കുട്ടികളുടെ സ്വഭാവം എന്താ? ഏത് വീട്ടിൽ ജനിക്കുന്നാലും കഴിക്കുന്ന സാധനം കൽക്കണ്ടം, മുന്തിരി, ബിസ്ക്കറ്റ് എന്ത് കണ്ടാലും അത് എടുത്ത് കഴിക്കും. അവരുടെ സ്വഭാവം. വലിയ ആളുകൾ എടുത്ത് കഴിക്കാൻ തോന്നിപ്പോവും. അടുത്ത് മുന്തിരി, കൽക്കണ്ടന്റെ സാധനം കണ്ടാൽ എടുത്ത് കഴിക്കാൻ തോന്നിപ്പോവും. പക്ഷെ അവർ കഴിക്കാറില്ല. പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കും, എവിടെയാണ് CCTV ക്യാമറ, അതിലൂടെ നമ്മൾ എടുത്ത് കഴിക്കുന്നത് കണ്ടാലോ. വലിയ ആൾക്ക് പേടി ഉണ്ടാവും. അവന്റെ CCTV കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ CCTV പറ്റിക്കാൻ പറ്റും. അതിനുവേണ്ടി ഭഗവാൻ എല്ലാവർക്കും സ്വന്തമായി ഒരു CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അവരുടെ സ്വന്തം മനസാക്ഷി. CCTV ക്യാമറയെ പറ്റിക്കാൻ പറ്റും, അവരുടെ മനസാക്ഷിയെ പറ്റിക്കാൻ പറ്റില്ല. അവയെല്ലാം അത് മനസ്സിലാവും. അപ്പൊ വലിയ ആൾക്ക് പേടിയാവും, കുട്ടികൾക്ക് പേടിയില്ല. ഏത് വീട്ടിൽ കഴിച്ചിട്ടാണ് എടുത്ത് കഴിക്കും. അപ്പൊ കുട്ടികൾക്ക് കാണാത്ത രീതിയിൽ ഒളിച്ചു വെച്ചോളൂ പറഞ്ഞു. അപ്പൊ വേറെ ഗോപി പറഞ്ഞു, എന്റെ വീട്ടിൽ ഒളിച്ചു വെക്കാൻ വേണ്ടി പ്രത്യേകം മുറി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാന്താകാരേ ധൃതമണിഗണം സ്വാംഗമച്ഛ പ്രദീപം. സ്വാന്താകാരം, മധ്യാഹ്നം ഉച്ച 12 മണിക്ക് ചെന്നാലും കൂടാ കൂരിട്ടാണ് ആ ഇരുട്ടുമുറിയിൽ. ആ ഇരുട്ടുമുറിയിൽ കയറാൻ എന്റെ അമ്മയ്ക്ക് തന്നെ പേടിയാവും. എന്റെ അച്ഛൻ പോലും എന്റെ ഭർത്താവ് പോലും ആ മുറിയിൽ കയറാൻ പേടിക്കും. അത്ര ഇരുട്ടുമുറിയാണ്. ആ ഇരുട്ടുമുറിയിൽ ധൈര്യമായി കയറി ചെല്ലുന്നവർ 2 ആളേ ഉള്ളൂ. എന്റെ വീട്ടിലിരിക്കുന്ന മുത്തശ്ശിയും പിന്നെ എന്റെ വീട്ടിലിരിക്കുന്ന പിരിച്ചാൾ. ഈ 2 ആള് മാത്രമേ ഇടയ്ക്ക് ആ മുറിയിൽ ധൈര്യമായിട്ട് കയറി പോകാറുണ്ട്. ഒരു ദിവസം അവിടെ കിടന്നപ്പോൾ കണ്ണൻ കയറി നിൽക്കുന്നു. കണ്ണനക്ക് താഴത്ത് വിളക്ക് ഒന്നും ആവശ്യമില്ല. ധൃതമണിഗണം സ്വാംഗമർത്ഥ പ്രദീപം. കണ്ണന്റെ ആഭരണങ്ങളെ തിളക്കം കൊണ്ടും കണ്ണന്റെ സ്വന്തം തിളക്കം കൊണ്ട് തന്നെ അവിടെ ആ മുറിയിൽ ഏതാണ് എവിടെയാണ് സാധനം നോക്കി ഭഗവാൻ എടുത്ത് കഴിക്കുന്നത്. ഏത് ഇരുട്ടുമുറിയിൽ വെച്ചാൽ എടുക്കുന്നു പറഞ്ഞപ്പോഴാണ് യശോദ വേറൊരു സൂത്രം പറഞ്ഞു കൊടുത്തു. ഉരി കെട്ടി വയറ്റിൽ വെച്ചോളൂ, കുട്ടികൾക്ക് എത്താത്ത രീതിയിൽ വെച്ചോളൂ. അപ്പൊ വേറെ ഗോപി പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. ആ ഗോപി ഒരു ഉരി കെട്ടി വെണ്ണ വെച്ചു, അടുത്ത് മണി കൂടി കെട്ടി വെച്ചു. വെണ്ണ തൊട്ട
വെണ്ണ കളം തൊട്ടാൽ മണി അടിക്കും, കരണ പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ചെയ്തു. അത് ചെയ്തപ്പോൾ ഇപ്പോഴാണ് നമുക്ക് പുതിയ സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരെങ്കിലും വീട്ടിൽ കള്ളന്മാർ കയറിയാൽ അലാറം സിസ്റ്റം. അതൊക്കെ പണ്ടേ ഗോപികമാർ കണ്ടുപിടിച്ചതാണ്. കണ്ണൻ എന്ത് ചെയ്തു? ആദ്യം ഒരു ഉറലെടുത്ത് ഇട്ടു. ഉറളുടെ മുകളിൽ ഒരു സ്റ്റൂൾ, അതിന്റെ മുകളിൽ ഒരു പൊക്കമുള്ള കുട്ടിയെ നിർത്തി. അവന്റെ തോളിൽ കയറി അടുത്തുള്ള മണിയെ കണ്ടപ്പോൾ മണിയോട് പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മണി ശരി പറഞ്ഞു. ആ വെണ്ണ കളത്തിൽ നിന്ന് ഒരു ഉരുള വെണ്ണ എടുക്കുന്ന വാവിൽ ഇട്ടപ്പോൾ മണി അടിച്ചു പോയി. കണ്ണൻ പറഞ്ഞു, ഞാൻ അടിക്കേണ്ട പറഞ്ഞില്ലേ. മണി പറഞ്ഞു, അവരുടെ സ്വഭാവം മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്റെ സ്വഭാവം എപ്പോഴും നേരിയ സമയത്ത് അടിച്ചടിച്ച് അഭ്യാസമാണ്. ഇപ്പോൾ വായിൽ വെണ്ണ കഴിക്കുമ്പോൾ നേരിയ സമയമല്ലോ വിചാരിച്ച് അടിച്ചതാണ് പറഞ്ഞപ്പോൾ കണ്ണൻ ഒരു സൂത്രം ചെയ്തു. ഈ മണിയുടെ ശബ്ദം എടുക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് ചെയ്തു? തന്റെ കോണം കഴിച്ചു. ആ അടിക്കുന്ന സ്ഥലത്ത് തട്ടിയിട്ടു ആ തുണി. നീ എത്ര അടിച്ചാൽ ശബ്ദം കേൾക്കില്ല. പിന്നെ കുട്ടികൾ എല്ലാ കുട്ടികൾക്കും വെണ്ണ കൊടുത്തു. സ്വയം കഴിച്ചു. കഴിച്ച് ഇങ്ങനെ താഴെ ഇറങ്ങുന്ന സമയത്താണ് കൃത്യം ആ വീട്ടിന്റെ ഗോപി ഉള്ളിൽ കയറി വരുന്നു. ഗോപിയെ കണ്ടപ്പോൾ എല്ലാ കുട്ടികളും ഓടുന്നു. കണ്ണട എടുത്തിരിക്കുന്ന കുട്ടി ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ നീ ഓടിക്കോളൂ പറഞ്ഞ് ആ ഉറിയിൽ കയറി പിടിച്ചു. ആ ഉറിയിൽ കയറ് പിടിച്ച് കണ്ണൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു. ആ കുട്ടി കണ്ണനെടുത്ത കുട്ടി ഓടിപ്പോകുന്നു. അത് പിടിച്ച് അന്തരത്തിലാണ് ഭഗവാൻ ഇപ്പോൾ നിൽക്കുന്നു. അന്തരത്തിൽ നിൽക്കുന്ന സമയത്തിൽ പോലും ആനന്ദമായി നിൽക്കുന്നു ഭഗവാൻ. എന്താ കാരണം? നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആപത്തുകൾ സങ്കടപ്പാടുകൾ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഭാഗം വായിച്ചിട്ട് നാമജപിച്ച് സന്തോഷത്തിന് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ സങ്കടം സ്വയം ഇങ്ങനെ മാറിക്കോളും. ഇപ്പോൾ മോളിൽ കയറി ഭഗവാൻ ഇറങ്ങാനൊന്നും വഴി കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അവിടെ തന്നെ നിന്ന് പെണ്ണ കഴിച്ചിരുന്നു ആനന്ദമായി ഭഗവാൻ ഇരിക്കുന്നു. ആ ഗോപി അടുത്ത് വന്ന് ചോദിക്കുന്നു, കസ്തം ബാല ബലാനുജക്കിമികത്തേമൻ മന്ദിരാശങ്കയാ. വില്വമംഗല സ്വാമികൾ ആ ഗോപിയുടെയും കണ്ണന്റെയും ഒരു സംഭാഷണ പോലെ ശ്ലോകം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പാട്ടും കൂടി തമിഴിലും ഉണ്ട്. കൂത്തുക്കാട് വെങ്കടസുബ്ബയുടെ പാട്ടും കൂടി ഉണ്ട്. ആദ്യം ഈ ഗോപി ചോദിക്കുന്നു, കസ്തം ബാല, ഉണ്ണി ആരാണ് ഈ? ഉടനെ കണ്ണൻ പറയാതെ ബലാനുജ, ഞാൻ ബലരാമന്റെ അനുജനാണ്. ബലരാമന്റെ അനുജൻ പറയാൻ എന്താ കാരണം? ആ നാട്ടിൽ ബലരാമൻ നല്ല കുട്ടീന്ന് പേരെടുത്തിട്ടുണ്ട്. അപ്പൊ ബലരാമന്റെ കുട്ടി അനുജൻ ഞാൻ നല്ലവൻ തന്നെയാണ്. അത് മാത്രമല്ല, ബലരാമന്റെ ആയുധം വളർത്തിയും കളപ്പയും. എന്നോട് എന്തെങ്കിലും പറയാൻ വന്നാൽ എന്റെ ഏട്ടൻ വരും എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ബലാനുജഹാം. ഉടനെ ഗോപി ചോദിച്ചു, കിമികത്തെ, ഇവിടെ എന്താ കാരണം? മൺമന്തി, ഈ ഗ്രാമത്തിൽ എല്ലാവരുടെ വീടും ഒരേപോലെയാണ്. കണ്ടപ്പോൾ എന്റെ വീട്ടിലുള്ള തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നു. അങ്ങനെയാണോ? നിന്റെ വീട് വിചാരിച്ചോ? വന്നാൽ താഴെ നിൽക്കാൻ മോളിക്കാൻ എന്താ കാരണം? അതോ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ ഒരു വെളുത്ത പശുക്കുട്ടി കാണാതായി. എന്റെ അമ്മ അത് അന്വേഷിച്ച് കൊണ്ടുവരണം പറഞ്ഞപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ വെളുത്ത പശുക്കുട്ടി അന്വേഷിച്ച് വരുമ്പോഴാണ് ഞങ്ങളുടെ ഊരിൽ വെളുത്ത സാധനം കണ്ടു. ഞങ്ങളുടെ പൈക്കുട്ടിയാണ് അവിടെ കയറിയോ നോക്കി. പൈക്കുട്ടി മോളിൽ കയറുമ്പോ അതാണ് ഇന്ത്യനെ ഇറങ്ങുന്നു പറഞ്ഞ് കൃത്യം ആ ഗോപിയുടെ ശിരസിൽ കാണിച്ച് ചാടി ഓടുന്ന സമയത്ത് ആ ഗോപി വാതിലിൽ പോയി നിന്നു. ഈ ഗോപി വാതിൽ നിന്നാൽ മതി, പിന്നെ പ്രത്യേക കഥകളുടെ ആവശ്യം തന്നെ ഇല്ല. നല്ല കൊണ്ടത്തടിയാണ്. ഉടനെ കണ്ണൻ എന്തിട്ടു ഏറ്റെടാൻ തുടങ്ങി ആ ഗോപിയുടെ മുന്നിൽ. ഏറ്റെട്ടപ്പോഴാണ് ആ ഗോപി കുറച്ച് മാറി. അപ്പോൾ മാറിയിട്ടില്ലേ, തന്റെ വായിലിരുന്ന വെണ്ണ ഗണ്ടൂഷൂത്താരകൃത്, തന്റെ വായിലിരുന്ന വെണ്ണ ആ ഗോപിയുടെ മുഖത്ത് കുട്ടിയപ്പോൾ ഗോപി മാറി, കണ്ണൻ ഓടി. ഈ ലീലയെ രസമായിട്ട് വർണ്ണിക്കുന്നു. ആരടായാരടാണീ നീയാരടായാരടാണീ அல்லபடி கடந்துள்ளே வந்து அச்சம் இல்லாமலே வெண்ணை கொள்ளையிடும் பையன் யாரடா யாரடா நீ நேரே நிற்கா சாயக் கொண்டையும் அந்த நீல நீரத்துச்சி கண்டியும் அந்த காராவின் வெண்ணை உருண்டையும் இன்று கையோடும் வாயோடும் சண்டையிடும் பையன் யாரடா யாரடா நீ ஆரும் இல்லா நேரம் அங்கும் இங்கும் பார்த்து எங்கள் மனை வந்து நின்றாய். யாரும் இல்லா நேரம் அங்கும் இங்கும் பார்த்து எங்கள் மனை வந்து நின்றாய்.
ஐயம் இல்லாமல் மனை மேல் மனை வைத்தன் பையன் மேலேடியும் நிற்கிறாய். அங்கே கட்டி வைத்த ஓசையிடும் மணி ஆடாதே நாக்கை பிடிக்கிறாய். அங்கே கட்டி வைத்த ஓசையிடும் மணி ஆடாதே நாக்கை பிடிக்கிறாய். இத்தனை செய்தும் போதாதற்கு என்னை பார்த்தந்தரங்க நடிக்கிறாய். ஆரடா யாரடா நீ. കണ്ണൻ ഓടി രക്ഷപ്പെട്ടു. ആ ഗോപി യശോദയോട് ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കണ്ണൻ യശോദയോടും ഈ കണ്ണൻ ചെയ്ത ലീലകളൊക്കെ പറയുന്നു. ഓഹോ തൈൽ കൂടമേ ഉടഞ്ചി പോണതേ, ഓഹോ തൈൽ കൂടമേ ഉടഞ്ചി പോണതേ, ഉടഞ്ചി പോണതേ കണ്ണാ ഉണ്ണാലാനതേ, உடஞ்சி போனதே கண்ணா உன்னாலானதே. ஓஹோ கைக்குடமே உடஞ்சி போனதே, ஓஹோ கைக்குடமே உடஞ்சி போனதே. என் மாமியாரும் இதனை கண்டால் மட்டம் தட்டுவள், மாமியாரும் இதனை கண்டால் மட்டம் தட்டுவள், மட்டம் தட்டுவள் கிருஷ்ணா மண்டோடு சொல்லுவள், மட்டம் தட்டுவள் கிருஷ்ணா மண்டோடு சொல்லுவள். ஓஹோ கைக்குடமே உடஞ்சி போனதே. என் ஓர்படியும் இதனை கண்டால் ஓரம் கட்டுவள், ஓர்படியும் இதனை கண்டால் ஓரம் கட்டுவள், ஓரம் கட்டுவள் கிருஷ்ணா ஒதுக்கி தள்ளுவள், ஓரம் கட்டுவள் கிருஷ்ணா ஒதுக்கி தள்ளுவள். ஓஹோ கைக்குடமே உடஞ்சி போனதே, ஓஹோ கைக்குடமே உடஞ்சி போனதே. கொழுந்த நாரும் இதனை கண்டால் கோழு முட்டுவர், கொழுந்த நாரும் இதனை கண்டால் கோழு முட்டுவர், கோழு மூட்டுவர் கிருஷ்ணா கேலி பண்ணுவர், கோழு மூட்டுவர் கிருஷ்ணா கேலி பண்ணுவர், கேலி பண்ணுவர், கேலி பண்ணுவர். ஓஹோ கைக்குடமே உடஞ்சி போனதே. என் நாத்தனாரும் இதனை கண்டால் நாப்பு காட்டுவள், நாத்தனாரும் இதனை கண்டால் நாப்பு காட்டுவள், நாப்பு காட்டுவள் கிருஷ்ணா நயந்தி பண்ணுவள், நாப்பு காட்டுவள் கிருஷ்ணா நயந்தி பண்ணுவள். ஓஹோ கைக்குடமே உடஞ்சி போனதே, ஓஹோ கைக்குடமே உடஞ்சி போனதே. என் ஆத்துக்காரும் இதனை கண்டால் அதட்டி பேசுவர், ஆத்துக்காரும் இதனை கண்டால் அதட்டி பேசுவர், அதட்டி பேசுவர் கிருஷ்ணா அடிச்சு நொறுக்குவர், அதட்டி பேசுவர் கிருஷ்ணா அடிச்சு நொறுக்குவர். அந்த காலம். ஓஹோ கைக்குடமே உடஞ்சி போனதே, ஓஹோ கைக்குடமே உடஞ்சி போனதே. ആ ഗോപി യശോദയോട് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് കണ്ണൻ പറഞ്ഞു, അമ്മേ അവർ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ട, ഞാൻ ഒരു പാട്ട് പാടാം, അത് കേട്ടോളൂ. കൊല്ലാതെ ഗോപിമാരമ്മ ഇവர்கள் இல்லாத வார்த்தைகளை சொல்லுறாடம்மா, கொல்லாத கோபிமாரம்மா இருட்டினில் ஒளியட்டுமா, இவர்கள் திரட்டு இங்கு சரி கட்டுமா, கொல்லாத கோபிமாரம்மா தங்க கிண்ணத்தில் நீ தரும் வெண்ணெய் போராதோ, இவர்கள் ஊத்தனாத்த பீத்த வெண்ணெய் தின்ன வேணுமா, கொல்லாத கோபிமாரம்மா. കണ്ണൻ യശോദയോട് പറയുന്നു, ഗോകുലത്തിലുള്ള വെണ്ണ തിന്നുന്നു പറഞ്ഞ അതിന്റെ അർത്ഥം, അതിന്റെ തത്വങ്ങളൊക്കെ മഹാത്മാക്കൾ പറയുന്നു. വെണ്ണ പറഞ്ഞാൽ നമ്മുടെ മനസ്സാകുന്ന വെണ്ണയാണ്. വെണ്ണ പോലെ മനസ്സാവണം. വെണ്ണ ശുദ്ധമായിരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. വെണ്ണ സാരമായിരിക്കും, പാലിന്റെ സാരമാണ് വെണ്ണ. അതുപോലെ നമ്മുടെ മനസ്സ് നല്ല സാരമായ മനസ്സായിരിക്കണം. വെണ്ണ ഉരുകണ്ടത് പോലെ നമ്മുടെ മനസ്സ് ദ്രവിക്കുന്നതായിരിക്കണം. വെണ്ണയെ ഒളിച്ചു വെക്കുന്നത് പോലെ നമ്മുടെ ഭക്തി നാല് പേർക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. കണ്ണൻ അറിഞ്ഞാൽ മതി. അങ്ങനെ നമ്മുടെ ഭക്തി ഒളിച്ചിരിക്കണം. വെണ്ണയെ ഉരുകെട്ടി വൈരത്തിൽ വെക്കുന്നത് പോലെ നമ്മുടെ മനസ്സിന്റെ എണ്ണങ്ങൾ നമ്മുടെ മനസ്സിന്റെ തിങ്കിങ്ങിൽ ഹൈ ലെവലിലാവണം. ഇങ്ങനെ നല്ല മനസ്സ് ആരുടെ മനസ്സാണോ അത് ഭഗവാൻ സ്വീകരിക്കുന്നു.
നാട്ട മനസ്സാണെങ്കിൽ ആ കളം, നാട്ട വെണ്ണയാണെങ്കിൽ ആ കളം പൊട്ടിക്കുന്നു പറഞ്ഞാൽ അതർത്ഥം കളം പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം തന്നെ കളം പോലെയാണ്. നമ്മുടെ ശരീരത്തിൽ നല്ല മനസ്സ് ഉണ്ടാവണം. നല്ല മനസ്സില്ലെങ്കിൽ എല്ലാം വേസ്റ്റാണെന്ന് പറയുന്നു ഏകാസനത്തിൽ പറയുന്നു. ഭിക്ഷുഗീതത്തിൽ നമ്മൾ പൂജ ചെയ്യാറുണ്ട്, ജപിക്കാറുണ്ട്. എന്തൊക്കെ ചെയ്താലും അടുത്തവർക്ക് സങ്കടം ഉണ്ടാവണം മനസ്സിൽ വിചാരിച്ചാൽ ആ മനസ്സ് മോശമാണ്. എല്ലാവരും നന്നായി വരട്ടെ. സർവേ മനോനിഗ്രഹ ലക്ഷണാന്താഹ പരോഹിയോ മനസ്സമാധി. എല്ലാവർക്കും നന്മ വരട്ടെ പ്രാർത്ഥിക്കുന്ന ആ നല്ല മനസ്സ് നമുക്ക് ഉണ്ടാവണം. ആ നല്ല മനസ്സ് ഭഗവാൻ സ്വീകരിക്കുന്നു എന്നാണ് ഇവിടെ തത്വം. ഗോകുലത്ത് വെണ്ണ കഴിച്ച കണ്ണൻ ഒരു ദിവസം മണ്ണെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇത് കണ്ട് യശോദ വന്നപ്പോഴാണ് ചോദിച്ചു, മണ്ണ് കഴിച്ചോ? ഇല്ല പറഞ്ഞ് കണ്ണൻ വായടച്ചു. വായ തുറക്കു പറഞ്ഞപ്പോഴാണ് തന്റെ വായിൽ 16 ലോകവും ഭഗവാൻ കാണിച്ചു കൊടുത്തു. അതിന്റെ ഉള്ളിൽ തന്റെ അമ്മയും തന്റെ രൂപവും അതിലും ഒരു ലോകവും ഇങ്ങനെ പല രൂപം കാണിച്ചപ്പോഴാണ് യശോദ നമസ്കരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കണ്ണൻ ആലോചിച്ചു, നമസ്കരിക്കാൻ നിറച്ച ആളുകൾ ലോകത്തിലുണ്ട്, നമ്മളെ ലാളിക്കാൻ ഒരു അമ്മയെ ഉള്ളല്ലോ വിചാരിച്ച് കണ്ണൻ ഒരു മായാപ്രയോഗം ചെയ്ത് അത് മറപ്പിച്ചു ഭഗവാൻ. അതിനുശേഷം വേറൊരു ദിവസം യശോദ തൈര് കലക്കുന്ന സമയത്താണ് കണ്ണൻ അടുത്തൊന്ന് പാല് എന്ന് പറഞ്ഞു. ഉണ്ണിക്കണ്ണന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുപ്പത്ത് വെച്ച പാല് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. അത് തിളച്ചു വിടുന്ന സമയത്ത് യശോദ കണ്ണനെ ഇറക്കി വിട്ടുപോയി. അപ്പോൾ ആ കണ്ണൻ ദേഷ്യം കൊണ്ട് ഒരു കല്ലെടുത്ത് ആ കളം പൊട്ടിച്ചു. തൈർക്കളം, വെണ്ണക്കളം മാത്രം കയ്യിലെടുത്ത് അവിടെ ഉരലിൽ കയറി കഴിക്കുന്ന സമയത്താണ് അമ്മ വരുന്നു. അമ്മയെ കണ്ടപ്പോൾ ആ കളം വീശി ഭഗവാൻ ഓടുന്നു. യശോദ പിടിക്കാൻ വരുന്നു. നമ്മളായിട്ട് ഭഗവാൻ പിടിക്കാൻ പോയാൽ അത് പറ്റില്ല. യശോദയ്ക്ക് പറ്റില്ല മനസ്സിലായി. തിരിച്ചു പോകുമ്പോഴാണ് ഭഗവാൻ താനായിട്ട് സ്വയം വന്നു. അമ്മ എന്നെ വിളിച്ചോളൂ. ഭഗവാനായിട്ട് വരുമ്പോലെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഭഗവാനായിട്ട് വന്നപ്പോൾ യശോദ പിടിച്ചു. അവിടെ കട്ടിയിടാൻ തീരുമാനിച്ചപ്പോഴാണ് അവിടെ ഉരൽ അടുത്തുണ്ടായിരുന്നു. കയറെടുത്ത് കെട്ടുമ്പോൾ 2 അങ്കുളം അവിടെ കയർ കമ്മിയായിരിക്കുന്നു. എന്താണ് 2 അങ്കുളം? അഹങ്കാരം, മമകാരം. ഇവിടെ ഉരൽ പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയമാകുന്ന ഉരളിൽ ഭക്തിയാകുന്ന കയർ കൊണ്ട് കെട്ടണം. ആ കയർ അഹങ്കാരം, മമകാരം പാടില്ല. കേവലം കർമ്മം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ കെട്ടിടാൻ പറ്റില്ല. പറ്റുടൈ അടിയവർ കെളിയവൻ. ആ ഭക്തി കൊണ്ട് ഭഗവാനെ കെട്ടിയിടണം എന്നാണ് അവിടെ കാണിച്ചു തന്നു. യശോദ കണ്ണനെ കെട്ടിയിട്ട് പോയ ശേഷം കണ്ണൻ ഉരളം വലിച്ചു കണ്ട് പുറത്ത് വന്നപ്പോഴാണ് 2 മരങ്ങൾ അവിടെ കാണുന്നു. കുബേരന്റെ പുത്രന്മാരാണ് നളഗോപരൻ, മണിഗ്രീവൻ. നാരദ ശാപം കൊണ്ട് മരമായി ജനിച്ചിരിക്കുന്നു. അവരുടെ ഇടയിൽ കണ്ണൻ കയറി ചെല്ലുമ്പോഴാണ് ആ 2 പേർക്കും ശാപവിമോചനം നാരദൻ പറഞ്ഞിരിക്കുന്നു. ദേവഋഷിനെ പ്രിയതമഹ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്തനാണ് നാരദൻ. ആ ഭാഗവം പറയുന്ന നാമം ജപിക്കുന്ന ആ നാരദന്റെ വാക്ക് സത്യമാക്കണം. സത്യം കർത്തും വചോഹരിഹി. അതിനുവേണ്ടി ഭഗവാൻ 2 മരത്തിന്റെ ഇടയിൽ ഉണ്ണിക്കണ്ണൻ കയറി അപ്പുറം ചെന്നു. ഉണ്ണിക്കണ്ണനായതുകൊണ്ട് കണ്ണനപ്പുറം ചെന്നു. ഉരൽ കുറച്ച് വലുതായതുകൊണ്ട് അയാൾ ഇടയിൽ സ്റ്റക്കായി നിന്നുപോയി. ഇടയിൽ ഉരൽ നിന്നപ്പോഴാണ് കണ്ണിങ്ങനെ വലിച്ചു. ഇങ്ങനെ വലിച്ചപ്പോൾ ഭഗവാന്റെ ആ പിടിവലി കൊണ്ട് 2 മരം ഇങ്ങനെ വീണു. മരം മുറിഞ്ഞ് വീണപ്പോഴാണ് അതിൽ നിന്നും നളഗോപരൻ, മണിഗ്രീവൻ എന്ന് ഭഗവാനെ സ്തുതിക്കുന്നു. 10ാമത്തെ സ്കന്ധത്തിൽ 10ാമത്തെ അധ്യായത്തിൽ ഒരു നല്ല ഒരു പ്രാർത്ഥനയാണ് ഈ ശ്ലോകം. എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ശ്ലോകമാണ്. വാണി ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച മനസ്തവ പാദയോർനദാം മൃത്യാം ശിരസ്തവ നിവാസ ജഗത്പ്രണാമേ ദൃഷ്ടിസ്തതാം ദർശനേസ്തു മമഷ്ടമൂനാം. ഭഗവാനെ, ഞങ്ങളുടെ വാക്കുകൾ എപ്പോഴും നിന്റെ നാമം, നിന്റെ ഗുണങ്ങൾ ജപിക്കണം. അതേപോലെ ഞങ്ങളുടെ കൈകൾ ഇന്നത്തെ കൈങ്കര്യം ചെയ്യണം. ഞങ്ങളുടെ തല എന്നെ നമസ്കരിക്കണം. ഞങ്ങളുടെ കണ്ണുകൾ നിന്റെ സ്വരൂപമായ സജ്ജനങ്ങളെ കാണണം എന്ന് പ്രാർത്ഥിച്ച് അവർ പ്രവർത്തിച്ചു. ഈ സമയത്തിലാണ് കണ്ണനക്ക് ദാമോദരൻ എന്ന് പേര് കിട്ടി. ദാമം പറഞ്ഞാൽ കയറ് എന്നാണ് അർത്ഥം. ഉദരം പറഞ്ഞാൽ വയറ് എന്നാണ് അർത്ഥം. കയറ് കൊണ്ട് വയറ്റിൽ കെട്ടിയത് കൊണ്ടാണ് ദാമോദരൻ എന്ന് പേര്. ഈ വൃശ്ചിക മാസത്തിൽ ദാമോദരനെ പൂജിച്ചാൽ നല്ലതാണ്. അതുപോലെ ധനുർമാസത്തിലും ഇപ്പോൾ വരാൻ പോകുന്ന ഏകാദശി, മോക്ഷ ഏകാദശി
വൈകുണ്ഠ ഏകാദശി എന്നാണ് പറയാറുണ്ട്. ഈ മോക്ഷ ഏകാദശിക്ക് ദാമോദരന്റെ നാമം ജപിച്ച് ദാമോദരനെ പൂജിച്ചാൽ ഈ കട്ടിൽ നിന്നും കട്ടുപെട്ട കണ്ണൻ ബന്ധത്തിൽ നിന്ന് വിമോചനം ചെയ്തു നളഗോപുരൻ മണിഗ്രീവന്മാരാണ്. അതുപോലെ ഈ സംസാര കട്ടിൽ സംസാര ബന്ധത്തിൽ ഇരിക്കുന്നവർക്ക് മോക്ഷം കിട്ടാൻ പോകുന്ന ഏകാദശിയാണ് ഈ വരാൻ പോകുന്ന വൈകുണ്ഠ ഏകാദശി. ആ സമയത്ത് ദാമോദരനായ ഭഗവാന്റെ നാമം ജപിച്ചാൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ നീങ്ങും. പിന്നെ ദാമോദരനായ ഭഗവാനെ സ്മരിച്ചാൽ നമുക്ക് നല്ല പദവി സ്ഥാനങ്ങൾ കിട്ടും. ആ ദാമോദരനെ വരിച്ചത് കൊണ്ടായിരിക്കും തോന്നുന്നു നരേന്ദ്ര ദാമോദര ദാസ് മോഡി അദ്ദേഹമാണ് ഇപ്പോൾ ഭാരതം ഭരിക്കുന്നത്. കാരണം ദാമോദരന്റെ പേരിട്ടത് കൊണ്ടായിരിക്കും. അങ്ങനെ ഈ കഥയുടെ കൂടി ഗോകുലിൽ അവസാനിക്കുന്നു. ഇനി വൃന്ദാവന ലീലകളാണ്. കണ്ണനുക്ക് 5 വയസ്സായപ്പോൾ യശോദ മാട് മേയ്ക്കാം പറഞ്ഞു വിടുന്നു. ആദ്യം ഇഷ്ടായിട്ടില്ല. കണ്ണനോട് പറഞ്ഞു, മാടു മേയ്ക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ, കാച്ചീന പാല് തരേൻ കൽക്കണ്ട് ജീനി തരേൻ വെണ്ണை തരേൻ പോക വേണ്ടാം, മാടു മേയ്ക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ, കാച്ചീന പാലും വേണ്ടാം കൽക്കണ്ട് ജീനി വേണ്ടാം, ഉല്ലാസമായി മാടുമേറ്റ് ഒരു നൊടിയിൽ തിരുമ്പിടുവേൻ, പോക വേണ്ടും തായേ തടை சொல்லாதே நீயே. யமுனா நதிக்கரையில் எப்பொழுதும் கள்ளன் பயம், கள்ளன் வந்து உன்னை அடித்தால் கலங்கிடுவாய் கண்மணியே, மாடுமேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். கள்ளனுக்கு கள்ளருண்டோ கண்டதுண்டோ சொல்லும் அம்மா, கள்ளன் வந்து என்னை அடித்தால் கண்ட துன்பம் செய்திடுவேன், போக வேண்டும் தாயே தடை சொல்லாதே நீயே. യശോദയ്ക്കും കണ്ണനുക്കും ഒരു സംവാദ രൂപത്തിലാണ് ഭക്തന്മാർ ഈ പാട്ട് പാടി. യശോദ പറഞ്ഞു, കണ്ണാ നീ വെയിലിൽ പോകണ്ട, വെയിലിൽ പോയാൽ നിന്റെ ശരീരം കറുത്ത കളറായി പോകും. യശോദയ്ക്ക് എന്താ വിചാരം, തന്റെ നല്ല വെളുത്ത കളറാണ്, കണ്ണൻ നല്ല കറുത്ത കളറാണ്. എന്നാലും കാക്കയ്ക്കും തൻകുഞ്ചു പൊൻകുഞ്ചു പറയുന്നത് പോലെയാണ് യശോദ ഇവിടെ പറയുന്നു, കണ്ണാ വെയിലിൽ പോകാണ്ട. കണ്ണൻ പറഞ്ഞു, എനിക്ക് മാട് മേയ്ക്കണം, അവരുടെ സ്വധർമ്മം ചെയ്യണം. അപ്പോൾ യശോദ പേടിച്ചു നോക്കി. യമുനാ തീരത്ത് കള്ളന്മാർ തീവെട്ടി കൊള്ളക്കാരന്മാരൊക്കെ വന്നിട്ടുണ്ട്. ആ കൊള്ളക്കാരൊക്കെ നിന്നെ പിടിച്ചാലോ? കണ്ണൻ പറഞ്ഞു, കള്ളന്മാരിൽ വലിയ കള്ളൻ ഞാൻ തന്നെയാണ്. സാധാരണ കള്ളന്മാർക്ക് പുറത്തുള്ള സാധനമേ എടുക്കുള്ളൂ, ഞാൻ ഉള്ളിലിരിക്കുന്ന മനസ്സ് തന്നെ എടുക്കുന്ന ആളാണ്. എന്റെ അടുത്ത് കള്ളൻ വരുവോ എന്നൊക്കെ കണ്ണൻ വാശി പിടിച്ചപ്പോൾ ശരി പറഞ്ഞു വിട്ടു. അങ്ങനെ ആദ്യം പൈക്കുട്ടിയെ മേച്ച് നടക്കുമ്പോഴാണ് പശുക്കുട്ടി രൂപത്തിൽ ഒരു അസുരൻ വന്നു, വത്സാസുരൻ. ആ വത്സാസുരന്റെ കാല് പിടിച്ച് അവിടെ മടത്തിലടിച്ച് വത്സാസുരനെ സംഹാരം ചെയ്തു. വേറൊരു ദിവസം കൊക്കു പോലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബകാസുരൻ, ഒരു അസുരൻ കൊക്കു രൂപത്തിൽ വന്നു, ബകാസുരനെ സംഹാരം ചെയ്തു. അങ്ങനെ ഓരോ ദിവസം ഇടയ്ക്കിടയ്ക്ക് അസുര സംഹാരം നടക്കുന്നുണ്ട്. നാളത്തെ കളി എന്താണ് പണ്ടേ തീരുമാനിക്കാറുണ്ട് തലേ ദിവസം. അപ്പൊ നാളത്തെ കളി എന്താണ് കുട്ടികൾ ചോദിച്ചപ്പോൾ കണ്ണൻ പറഞ്ഞു, നാളെ വനഭോജനം. വനഭോജനം എന്നപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല, എന്താ പുതിയ കളി? ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ പുതിയ കളി? വനഭോജനം. വനം പറഞ്ഞാൽ കാട്, ഭോജനം പറഞ്ഞാൽ സാപ്പാട്. വനഭോജനം എന്നാൽ കാട്ടിൽ പോയി വിവിധമായി ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് പോയി കഴിക്കണം. ഇത് പറഞ്ഞപ്പോൾ കണ്ണന്റെ അടുത്ത് ഒരു ബ്രാഹ്മണ കുട്ടി ഉണ്ടായിരുന്നു. കണ്ണനോട് പറഞ്ഞു, ഈ കളി നല്ല കളിയാണ്, എല്ലാ ദിവസവും തന്നെ ആവാം. കണ്ണൻ പറഞ്ഞു, അത് പറ്റില്ലേ, ആവടി കർക്കടകം 18-ാം തീയതി അന്ന് ഈ കളിയെ നമുക്ക് ആവാൻ പറഞ്ഞ് കണ്ണൻ കുട്ടികളോട് പുറപ്പെട്ടു ചെന്നു. കുറച്ചു നേരം കളിച്ച ശേഷം ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ച് കണ്ണാമൂച്ച് ഒരു കളിയുണ്ട്. കണ്ണ് അടച്ചിരിക്കും ഒരു കുട്ടി, ബാക്കി കുട്ടിയിലേക്ക് ഒളിച്ചിരിക്കും. കണ്ണൻ ഉമ്മാച്ചി കളിച്ച കളിയാണ് കണ്ണാമൂച്ചി അതിന്റെ പേര്. കണ്ണൻ കണ്ണടച്ചിങ്ങനെ 1-2 വയുമ്പോൾ കുട്ടിയിലേക്ക് ഒളിച്ചിരിക്കാൻ പോയപ്പോഴാണ് അവിടെ അഘാസുരൻ പെരുമ്പാമ്പിന്റെ രൂപം സ്വീകരിച്ച് വന്നിരിക്കുന്നു. കുട്ടികൾ അറിയാതെ അത് മലയുടെ ഗുഹയാണ് വിചാരിച്ച് കുട്ടികൾക്ക് അവന്റെ ഉള്ളിൽ കയറി ചെന്നു. ഒരു കുട്ടി പേടിച്ച് കരയുമ്പോൾ അടുത്ത കുട്ടി പറഞ്ഞു, പേടിക്കേണ്ട, കണ്ണൻ നമ്മുടെ അടുത്തുണ്ട്, കണ്ണൻ നോക്കിക്കോളും. ആ വിശ്വാസം നമുക്കും കൂടി വേണം. നമ്മളെ നോക്കാൻ കണ്ണനുണ്ട്. അങ്ങനെ വിശ്വസിച്ചാൽ കണ്ണൻ കൃത്യം നമ്മളെ രക്ഷിക്കും. അവരുടെ ഭക്തന്മാരുടെ അനുഭവത്തിൽ അത് സ്വയം അനുഭവിച്ച് കാണാം. എന്റെ അമ്മയുടെ കാര്യത്തിനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ കൊറോണ കാലത്ത്. പക്ഷേ കണ്ണനെ വിശ്വസിച്ചു, നമ്മൾ ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് എന്തായി, അമ്മ രക്ഷപ്പെട്ടു.
ഇതൊക്കെ ഭഗവാനൊരു വിശ്വാസം ഉണ്ടായാൽ മതി. ആ വിശ്വാസമാണ് ഭക്തി. ഈ കുട്ടിയിലേക്ക് കണ്ണൻ നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ വിചാരിച്ച് അസുരന്റെ വായിൽ ചെന്നപ്പോൾ കണ്ണനും അവന്റെ ഉള്ളിൽ ചെന്നു. അസുരൻ വായടച്ച് പുറപ്പെട്ടപ്പോൾ വിശ്വരൂപം സ്വീകരിച്ചു ഭഗവാൻ. വിശ്വരൂപം സ്വീകരിച്ച് ആ അഘാസുരനെ 2 കഷ്ണമാക്കി. അഘാസുരനെ സംഹാരം ചെയ്തു, കുട്ടികളെ രക്ഷിച്ചു. അഘം പറഞ്ഞാൽ പാപം എന്നാണ് അത്. അഘാസുരനെ സംഹരിച്ചു പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് നശിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഈ അഘാസുരക്ക് മോക്ഷം കിട്ടിയത് കണ്ടപ്പോൾ ദേവന്മാർക്ക് ഭഗവാനക്ക് ജയഘോഷം ചെയ്തു. ഗോവിന്ദ കൃഷ്ണ ജയ ഗോപാല കൃഷ്ണ ജയ ഗോവിന്ദ കൃഷ്ണ ജയ ഗോപാല കൃഷ്ണ ജയ ഗോപാല ബാല പ്രാണലാല കൃഷ്ണ ജയ ഗോപാല ബാല പ്രാണലാല കൃഷ്ണ ജയ ഗോപിക മനഹാരി പ്യാരി മോഹന മുരളീധാരി ഗോപിക മനഹാരി പ്യാരി മോഹന മുരളീധാരി माई विरामण विहारी कृष्ण जय माई विरामण विहारी कृष्ण जय गोविंद कृष्ण जय गोपाल कृष्ण जय गोविंद कृष्ण जय गोपाल कृष्ण जय गोपाल बाल प्राणलाल कृष्ण जय गोपाल बाल प्राणलाल कृष्ण जय 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 कृष्ण 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 राधा कृष्ण जय कृष्ण 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 राधा कृष्ण जय गोविंद कृष्ण जय गोपाल कृष्ण जय गोविंद कृष्ण जय गोपाल कृष्ण जय गोपाल बाल प्राणलाल कृष्ण जय गोपाल बाल प्राणलाल कृष्ण जय കുട്ടികളൊക്കെ ദേവന്മാരൊക്കെ നാമം ജപിച്ചു, ഭഗവാനൊക്കെ പുഷ്പവർഷം ചെയ്തു. ഈ ശബ്ദം കേട്ട് ബ്രഹ്മാവ് ഓടി വന്നു. പ്രധാന അന്തിക ആ ശബ്ദം കേട്ട് ബ്രഹ്മാവ് ഓടി വന്ന് ദേവന്മാരോട് ചോദിച്ചു, എന്താണ് ഇവിടെ അത്ഭുതം? ഭഗവാൻ അകാസുരന് കുത്തി കൊടുത്തു പറഞ്ഞപ്പോൾ പരീക്ഷത്തിനുള്ള അത്ഭുതം എങ്ങനെ അകാസുരന് കുത്തി കിട്ടി? ഇവിടെ ഭഗവാൻ സുഖാചാര്യൻ പറയുന്നു, സകൃത്യത അംഗപ്രതിമ അന്തരാഹിത. മരിക്കുന്ന സമയത്ത് കണ്ണന്റെ ഒരു ഫോട്ടോവോ ഭഗവാന്റെ ഒരു തിരുവുരുവം നോക്കി മരിച്ചാൽ തന്നെ മുക്തി പറഞ്ഞാൽ ഭഗവാൻ അവന്റെ ഉള്ളിൽ പ്രത്യക്ഷമായിരിക്കുമ്പോഴല്ലേ അവനക്ക് മുക്തി കിട്ടി. അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലീല സമർപ്പിക്കുന്നു. അതിനുശേഷം കുട്ടികളുടെ ഒപ്പം ഭഗവാൻ ഭക്ഷണം കഴിക്കുന്ന സമയം വിഭ്രദ്വേനും ജഠരപടയോ ശൃംഗവേത്രേ ച കക്ഷേ, തന്റെ ഓടകൾ അറയിൽ തിരികെ കിടത്തയിൽ തൈര് ചോറുള്ള വെച്ച് ഭഗവാൻ അതിന്റെ കൂട്ടാണ് ഉപ്പിലിട്ടതൊക്കെ വിരളുടെ ഇടയിൽ വെച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷത്തോടെ ആരാണ് ഭക്ഷണം കഴിക്കുന്നത് അവർക്ക് ആരോഗ്യം ഉണ്ടാവും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അരി എത്ര കിലോ, 45 രൂപയോ എന്നൊക്കെ അരി വില പച്ചക്കറി വിലയൊക്കെ ചോദിക്കാതെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവും. അതൊക്കെ ആണെന്ന് ചോദിക്കാറില്ലേ? വിധിപ്പെട്ടി നോക്കിയാണ് ഭക്ഷണം കഴിക്കും. അങ്ങനെ ടി വി നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ പാച പള്ളി എന്ത് വിധാനം അത് അറിഞ്ഞുകൂടാ. അത് നോക്കിയാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അസ്വസ്ഥതയും അനാരോഗ്യവും വ്യാധിയൊക്കെ വർദ്ധിക്കാൻ കാരണം. ഈ വിഡ്ഢിപ്പെട്ടി നോക്കി ഭക്ഷണം കഴിക്കുന്ന ഈ പരിപാടിയൊക്കെ നിർത്തി ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കണം. ഹാസയൻ ധർമ്മവിസ്വൈഹി, സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കണം എന്നാണ് ഭഗവാൻ നമ്മളോട് ഇവിടെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ബ്രഹ്മാവ് പശുക്കുട്ടികളെ കൊണ്ടുപോയി. പശുക്കുട്ടികളെ അന്വേഷിച്ച് കണ്ണിന് പുറപ്പെട്ടവർ ഗോപാല ബാലകന്മാരെയും കൊണ്ടുപോയി. ഒരു മിനിറ്റ് കണ്ണടച്ച ഭഗവാൻ കാര്യം മനസ്സിലാക്കി ബ്രഹ്മാവല്ലേ കൊണ്ടുപോയത്, സ്വയം കൊണ്ടു തന്നേക്കും. എന്താ കാരണം? ഒരു കുട്ടിയെ തന്നെ ഇപ്പൊ നോക്കാൻ പറ്റുന്നില്ലേ? പണ്ടൊക്കെ എങ്ങനെ 10 കുട്ടികൾ നോക്കിയോ സംശയം. പണ്ടൊക്കെ ഒരു വീട്ടിൽ ഒരു ക്രിക്കറ്റ് ടീം തന്നെ ഉണ്ടാവും, ഒരു 10-12 കുട്ടികൾ ഉണ്ടാവും. ഇവിടെ 10-12 100 കുട്ടികളാണ്. ബ്രഹ്മാവ് പിതാമഹൻ എന്നാണ് പേര്. പിതാമഹൻ പറഞ്ഞാൽ അർത്ഥം മുത്തശ്ശൻ എന്നാണ് അർത്ഥം. ഈ പിതാമഹൻ സ്വയം കൊണ്ടു വന്നേക്കും. അതുവരെ നമുക്ക് കളി കാണാൻ തീരുമാനിച്ച് സർവം വിഷ്ണുമയം ഗിരോംഗവജ സർവസ്വരൂപോ ബഭൂ, ഭഗവാൻ തന്നെ എല്ലാ കുട്ടികളുടെയും എല്ലാ ഗോക്കളുടെയും രൂപം സ്വീകരിച്ച് ഒരു കൊല്ലം ഇങ്ങനെ നടന്നു. ബ്രഹ്മാവ് ആ കുട്ടികളെ കൊണ്ടുപോയി വളരെ ബുദ്ധിമുട്ടി.
തിരിച്ചു കൊണ്ടുവരണം വന്ന് നോക്കുമ്പോൾ ഇവിടെയും ഉണ്ട്. എല്ലാം രണ്ട് കണ്ടപ്പോഴാണ് ബ്രഹ്മാവിനെ പോലും അത്ഭുതം. അവസാനം ഭഗവാനെ ശരണം പ്രാപിച്ചപ്പോഴാണ് തന്റെ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു. ചതുർഭുജ ശംഖ ചക്ര ഗദാരാജീവ പാണയ, തന്റെ ചതുർഭുജ രൂപം കാണിച്ചപ്പോൾ ബ്രഹ്മാവ് നമസ്കരിച്ചു, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഗംഭീര സ്ത്രീയാണ്. 40 ശ്ലോകം. ബ്രഹ്മാവിന്റെ തല 4 തലയിലെ ഒരു തലയ്ക്ക് 10 ശ്ലോകം വീതം, അങ്ങനെ 40 ശ്ലോകം കൊണ്ട് ഭഗവാൻ സ്തുതിക്കുന്നു. ഗോപാലബാലന്മാരുടെ പെരുമ ഭാഗ്യമൊക്കെ ഇവിടെ വർദ്ധിക്കുന്നു. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപപ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം. ഈ ഗോപാലബാലകന്മാർക്ക് കിട്ടിയ ഭാഗ്യം എനിക്കില്ലല്ലോ. ഭഗവാനെ, ഈ വൃന്ദാവനത്തിൽ എനിക്ക് ഒരു ജന്മം തരണേന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നു. പുല്ലായി പിറവി തരവേണം കണ്ണ, പുല്ലായി പിറവി തരവേണം, പുല്ലാതിലും നെടുനാൾ നില്ലാതെ ഒരു സിறு കല്ലായി പിറവി തരവേണം കണ്ണ, പുല്ലായി പിറവി തരവേണം. ഈ വൃന്ദാവനത്തിൽ ഒരു പുല്ലായിട്ടോ കല്ലായിട്ടോ ജന്മം തരണേ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു പോയി. ആ വൃന്ദാവനത്തിൽ തന്നെ കാളിയൻ എന്ന പേരുള്ള ഒരു 1000 തലമുடைய ഒരു കാളസർപ്പം അവിടെ താമസിക്കുന്നു. അവന്റെ വിഷം ജലം കുടിച്ച് കുട്ടികളും പശുക്കളൊക്കെ മരിച്ചുപോയി. ആ കാളിയനെ പുറത്താക്കാൻ തീരുമാനിച്ച് ഭഗവാൻ അമ്മയോട് പറഞ്ഞു, ഇന്ന് ശനിയാഴ്ചയല്ലേ, എണ്ണ തേച്ച് കുളിക്കേണ്ടേ പറഞ്ഞത്. ബലരാമൻ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ പറഞ്ഞു. സ്വയം കണ്ണൻ മാത്രം പുറത്തു വന്നു. ബലരാമനെ കൊണ്ടുപോയിട്ടില്ല. എന്താ കാരണം? ബലരാമനെ കൊണ്ടുപോയാൽ ബലരാമൻ വേണ്ടാൻ പറയും. ഒരു പാമ്പിനെ നിഗ്രഹിക്കാൻ പുറപ്പെട്ടാൽ വേറെ പാമ്പ് വേണ്ടാൻ പറയും. ബലരാമനും പാമ്പിന്റെ അവതാരമായതുകൊണ്ട് ബലരാമനെ ഉപേക്ഷിച്ച് ബലരാമനെ വിട്ട് കണ്ണൻ മാത്രം വന്നു. അടുത്തുള്ള വനത്തിൽ ഏറി ആ കാളിയ ഹൃദയത്തിൽ ചാടി ഭഗവാൻ നീന്തി കളിക്കുന്നു. ഇത് നോക്കി കാളിയൻ ദേഷ്യത്തോട് പറഞ്ഞു. കാളിയൻ എങ്ങനെയാണ് പറഞ്ഞുവോ അതേപോലെയാണ് ഘട്ടത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. അതദിക്ഷു വിദിക്ഷു പരിക്ഷുഭിതോദര വാരിണി നാദഭരിണി ഉദകാധിപതിസ്തു ഒരു പാമ്പ് എങ്ങനെ പറഞ്ഞുവോ അതുപോലെയാണ് ഈ ശ്ലോകങ്ങളൊക്കെ. അഥവാരിണി ഘോരതരം ഫണിനം പ്രതിവാരയിത്തും കൃതധീർ ഭഗവൻ ഋതമാരിതത്തി നീ ചീരഗണീപതരും വിഷമാരുതശോഷിത പർണചയം. ആ ദശകം മുഴുവനും ആ പാമ്പ് വരുന്ന രീതിയിലാണ്. ഇങ്ങനെ വളഞ്ഞ് നെളിഞ്ഞ് കളിച്ച് നാക്കുകൾക്ക് നീട്ടി കാളയും തന്റെ ആയതിനെയും നോക്കി ഉയർത്തി ഇങ്ങനെ കണ്ണൻ നോക്കുമ്പോൾ കണ്ണൻ ഒരു പുഞ്ചിരി ചെയ്തു. സംപ്രേക്ഷണീയ സുകുമാരഗണാവതാദം ശ്രീവത്സ പീതവസനം സ്മിതസുന്ദരാസ്യം ക്രീഡന്തമപ്രതിഭയം കമലോദരാംഘ്രിം സന്തസ്യ വർമ്മസുരുഷാ ഭുജയാ ചചാദ. അങ്ങനെ പാമ്പ് പറ്റി ഉയർത്തി ഇങ്ങനെ നോക്കുമ്പോൾ, പാമ്പ് പറഞ്ഞാൽ പേടിക്കുന്ന ആൾ തന്നെ ഇല്ലേ. പട്ടാളക്കാരോടും പേടിക്കും. പട്ടാളക്കാരോട് 100 പേർ ലെഫ്റ്റ് റൈറ്റിന് പോകുമ്പോൾ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞാൽ മതി, പാമ്പ് പറഞ്ഞാൽ മതി. പിന്നെ ഒരാൾ ലെഫ്റ്റ് റൈറ്റ് ഇടാറില്ല, കിട്ടുന്ന ലെഫ്റ്റ് റൈറ്റിൽ ഓടാൻ തുടങ്ങും. ഇവിടെ പാമ്പിന്റെ പടയേനടുങ്ങും എന്ന പടം ചൊല്ലു തന്നെയുണ്ട് തമിഴിൽ. അങ്ങനെ പാമ്പ് വന്നപ്പോൾ ഭഗവാൻ ചിരിച്ചു. ഭഗവാന്റെ പുഞ്ചിരി കണ്ടപ്പോൾ പാമ്പിനെ പോലും പ്രേമം ഉണ്ടായി. അതാണ് ഭഗവാന്റെ ഒരു സ്വരൂപം. സർപ്പരാജോപി വാത്സല്യാത് ബബന്ധ പ്രേമപൂർവകം. കാളിയൻ പ്രേമത്തോട് ഒന്ന് ഭഗവാനെ കട്ടിയിട്ടപ്പോൾ കാളിയന്റെ പ്രേമയ്ക്ക് ഭഗവാൻ കുറച്ചു നേരം നിന്നു. ഇത് നോക്കി കുട്ടിയൊക്കെ കരയാൻ തുടങ്ങി. കുട്ടിയുടെ ശബ്ദം കേട്ട് വലിയ ആൾക്കാർ വന്നു. എല്ലാവരും ഉള്ളത് കണ്ടപ്പോഴാണ് ഭഗവാൻ കാളിയന്റെ ശരീരത്തിൽ തന്റെ രൂപം ചെറുതാക്കി പുറത്തു വന്നപ്പോൾ വീണ്ടും കട്ടിയിടാൻ വേണ്ടി കാളിയൻ തല ഉയർത്തിയപ്പോൾ ഭഗവാൻ കാളിയന്റെ തലയിൽ ചാടിക്കയറി വാളുകൊണ്ട് അടിക്കാൻ വിചാരിക്കുമ്പോൾ ഇടത്തെ കൈകൊണ്ട് വാള് പിടിച്ചു. അങ്ങനെ വാളിന്റെ ബാലൻസിലാണ് ഭഗവാൻ നിൽക്കുന്നു. ഇപ്പോഴും തമിഴ്നാട്ടിൽ കുംഭകോണം അടുത്ത് ഊത്തുക്കാട് ഒരു സ്ഥലമുണ്ട്. അവിടെ കൃഷ്ണൻ നിൽക്കുന്നത് കാളിന്റെ മുകളിലാണ്. പക്ഷേ കാളിന്റെ ശിരസിനും ഭഗവാന്റെ പാദത്തിനും ഗ്യാപ്പും ഉണ്ടാവും. ഭട്ടാചാര്യർ കാണിച്ചു തരും. ഭഗവാൻ നിൽക്കുന്നത് വാളിന്റെ ബാലൻസിലാണ്.
ആ കൃഷ്ണനെ ഉപാസിച്ചാണ് മുത്തുകടഞ്ഞടച്ച് പാട്ടുകളൊക്കെ പാടി. അങ്ങനെ ആ കാലിന്റെ വാളും പിടിച്ച് ഭഗവാൻ നൃത്തം വെക്കാൻ തുടങ്ങി. ജിമി 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 മിതി പദകൃത നട്ടനഹ ധക്ക 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 മണി ഗണ നികരഹ ജയ ജയ രവയുക്ത സുരഗണ വിനുതഃ കനിവര ശിരസി നട്ടതി മധുപതി ജിമി 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 മിതി പദകൃത നട്ടനഹ. കാളിൽ ഓരോ തലയും ആദ്യമായി ഉയർത്തുമ്പോൾ ഓരോ തലയും ഭഗവാന്റെ കാല കൊണ്ട് അടിക്കുന്നു. അങ്കി കുട്ടണി ഈ കാളിയൻ ആദ്യം ഭാഗവത്തിൽ പറയുമ്പോൾ സദൈക ശിക്ഷ എന്നാണ് പറയുന്നു. കാളിയർക്ക് 100 തലൻ. ഘട്ടത്തിൽ പറയുമ്പോൾ പണസംഘ സഹസ്രി സഹസ്രം എന്ന് പറയുന്നു, 1000 തലം. എന്താ അപ്പൊ ഇപ്പൊ കാളിയർക്ക് ആദ്യം 100 തലയായിരുന്നു, ഭട്ടതിരി കാലത്ത് 1000 തലയായിരുന്നു. ഇപ്പോൾ എത്ര തലയാന്ന് പറഞ്ഞുകൂടാ. എന്താ കാരണം കാളിയൻ പറയുന്നത് നമ്മുടെ ദുഷിച്ച തോട്ട്സ് ആണ്. ഇച്ഛാ പിധാനം നിജ പാദപല്ലവം. ഇങ്ങനെ ഓരോ ആശകളൊക്കെ വരുമ്പോൾ അതിനെടുത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ, ആ ഭഗവാന്റെ ചരണം ധ്യാനിച്ചാൽ മതി എന്നോട് കാണിച്ചു തന്നു. പിന്നെ കാളിന്റെ അഹങ്കാരം നീങ്ങി. കാളിന്റെ പത്നിമാരൊക്കെ സ്തുതിച്ചു. എന്റെ ഭർത്താവിനെ കിട്ടിയ ഭാഗ്യം ഏറാണിത് കിട്ടിയിട്ടില്ല. എന്താ കാരണം ബലിചക്രവർത്തി തന്റെ പൈസ സ്വത്ത് മുഴുവൻ ദാനം ചെയ്തു. പിന്നെ പ്രാർത്ഥിച്ചു എന്റെ ശിരസിൽ തലവയ്ക്കലേ. അങ്ങനെ സ്വത്ത് മുഴുവൻ ദാനം ചെയ്ത ശേഷം ലേശം ഒരു മിനിറ്റ് തലവച്ചു. ബലിചക്രവർത്തി ശിരസിൽ ഭഗവാൻ തന്റെ കാല് വെച്ചു. കാലണ ദാനം ചെയ്യാതെ ഫ്രീ ആയിട്ട് 1000 തലയിലും ഭഗവാന്റെ ചരണം സ്വീകരിച്ചു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ക്ഷേത്രവാസം. ഒരു മഹാക്ഷേത്രത്തിൽ, ഒരു പുണ്യക്ഷേത്രത്തിൽ നമ്മൾ വസിച്ചാൽ മതി. ആ ഭാഗ്യം കൊണ്ടാണ്, വൃന്ദാവന വാസത്തിന്റെ ഭാഗ്യം കൊണ്ടാണ് ഈ കാളിയനക്ക് പോലും ഭഗവാന്റെ പാദം കിട്ടി. അതുകൊണ്ടാണ് വൃന്ദാവനക്കാർ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രാധേ രാധേ ബോലോ വൃന്ദാവനമേ തോലോ, രാധേ രാധേ ബോലോ വൃന്ദാവനമേ തോലോ. രാധേ രാധേ പറഞ്ഞ് വൃന്ദാവനത്തിന്റെ ചുറ്റി നടന്നാൽ മതി. അങ്ങനെ രാധേ രാധേ പറഞ്ഞ് വൃന്ദാവനം ചുറ്റി നടന്നാൽ മതി. ഇടയ്ക്ക് ഭഗവാൻ കയറി നമ്മുടെ മുന്നിൽ വരും. ആ വൃന്ദാവന ക്ഷേത്ര മഹിമയാണ് ഇവിടെ കാണിച്ചു തരുന്നു. കാളിയനക്ക് പോലും ഭഗവാനെ അനുഗ്രഹം കിട്ടി. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കാട്ടുതീ വന്നു. കാട്ടുതീ വന്നപ്പോൾ ഭഗവാൻ എല്ലാവരെയും കണ്ണടച്ചോളാൻ പറഞ്ഞ് കാട്ടുതീ കുടിച്ചു. ഈ കാട്ടുതീ കുടിക്കാൻ എന്താണ് കാരണം? ധർമ്മമായിട്ട് ഗുരുനാഥൻ പറയാറുണ്ട്, പെണ്ണ കൂടുതൽ കഴിച്ച് അതിങ്ങനെ കെട്ടിയായിട്ട് നിൽക്കുന്നു, അത് ജീർണമാവണില്ലേ. അപ്പൊ ഭഗവാൻ വിചാരിച്ചു കുറച്ച് കാട്ടുതീ കുടിച്ചേക്കാം. കാട്ടുതീ കുടിച്ചെങ്കിലും ഈ വെണ്ണ ഉരുകി ജീർണമാവട്ടെ വിചാരിച്ച് കാട്ടുതീ കൂടി കുടിച്ചു. പിന്നെ ഭഗവാൻ ഒരു മുളകുച്ചി എടുത്തു, അതിൽ 7 ദ്വാരങ്ങൾ ചെയ്തു. വേണുഗാനം ചെയ്യുന്നു. പീഠം നടവരവപും കർണയോ കർണികാരം ബിഭ്രദ്വാസ കനക കപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോ അധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തി. ഭഗവാൻ അവതരിച്ചപ്പോൾ മഹാദേവൻ തന്നെ ഓടക്കുള്ളായി വന്നു. ഒരു അതിഥി വന്നാൽ ദേവനെ പോലെ കണക്കാക്കണം. അതിഥി ദേവോ ഭവാനും. ഇപ്പോൾ അതിഥിയെ ദേവനെ കണക്കാക്കണം പറയുമ്പോൾ ഇവിടെ മഹാദേവൻ തന്നെ അതിഥിയായി വന്നു. ഓടക്കുള്ളായി വന്ന അതിഥിക്ക് ആദ്യം കിടക്ക കൊടുക്കണം, പിന്നെ തലയണ കൊടുക്കണം, പിന്നെ ഫേനിട്ട് തരണം, പിന്നെ പാദം പിടിച്ച് പാദസേവ ചെയ്യുന്നു. ഇതൊക്കെ ഭഗവാൻ ചെയ്യുന്നു. ഓടക്കുള്ളായി വന്ന മഹാദേവനെ തന്റെ കയ്യിൽ വെച്ചപ്പോൾ ഭഗവാന്റെ കരതലം തന്നെ ഒരു കിടക്കയായി, ബെഡായി മാറി. കിടക്ക മാത്രം കൊടുത്താൽ പോരാ, തലയണ വേണ്ടേ. അപ്പൊ ഭഗവാൻ ചുണ്ടിൽ വെച്ചു ഓടക്കുഴ. അപ്പോൾ എന്തായി? ആ ഭഗവാന്റെ ചുണ്ട് തന്നെ മഹാദേവനക്ക് ഒരു തലയണ പോലെ ആയി. പിന്നെ ഫേനിട്ട് കൊടുക്കണ്ടേ. വേണു കാണിച്ചപ്പോൾ ഭഗവാന്റെ ശ്വാസം തന്നെ ഫേന പോലെ ആയി. പിന്നെ പാദസേവ പോലെയാണ് ആ ഓടക്കുള്ള ദ്വാരങ്ങൾ അടച്ചു തുറക്കുമ്പോൾ അത് തന്നെ പാദസേവയായി. അപ്പൊ എന്തായി? ഓടക്കുള്ള കണ്ണ വെച്ചാൽ മഹാദേവന്റെ അനുഗ്രഹം കൂടി നമുക്ക് ഉണ്ടാവും, കണ്ണന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവും. ഓടക്കുഴൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ 9 കൊട്ടമുള്ള 9 ദ്വാരങ്ങളുള്ള നമ്മുടെ ശരീരം തന്നെയാണ് ഓടക്കുഴൽ. നമ്മുടെ ഈ ശരീരം ഭഗവാന്റെ കയ്യിൽ വെച്ച് കൊടുത്താൽ മതി. അത് വേണ്ട ഓട്ടകൾ പറഞ്ഞാൽ ഇന്ദ്രിയ ദ്വാരങ്ങളാണ്. ഓടക്കുഴ ദ്വാരങ്ങളെ വേണ്ട വിധത്തിൽ അടച്ച്
വേണ്ട സമയത്ത് തുറക്കുമ്പോഴാണ് നല്ല സംഗീതം ഉണ്ടാവും. മുഴുവൻ അടച്ചാൽ ശബ്ദം കേൾക്കില്ലേ, മാറി മാറി അടച്ചു തുറന്നാലും അപസ്വരമായി പോകും. അപ്പോൾ നമ്മുടെ ജീവിതം നല്ല ഒരു സംഗീതമായി മാറണമെങ്കിൽ കണ്ണടിയും കൂട്ടുപിടിച്ച് നിന്നാൽ നമ്മുടെ ജീവിതം സംഗീതമായി മാറും, ഇല്ലെങ്കിൽ അവസരമായി പോകും. അതാണ് ഇവിടെ കാണിച്ചു തരണം. അങ്ങനെ വേറുകാണം ചെയ്യുമ്പോൾ തന്നെ ഒരു കാലം നേരാ വെച്ച് അടുത്ത കാലം മാറ്റി വെച്ച് അരയിൽ ഒരു വളവ്, കഴുത്തിൽ ഒരു വളവ്, ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞു നിൽക്കണം. ഇങ്ങനെ വളഞ്ഞ് നിൽക്കാൻ എന്താ കാരണം? നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് വളഞ്ഞ് പോകണം. കുടുംബത്തിൽ ഞാൻ ഇപ്പൊ നിങ്ങൾ തന്നെ നിൽക്കുള്ളൂ, എന്റെ ഇഷ്ടത്തിന് വേണ്ടി എല്ലാവരും ആവണങ്ങളെ മാറിയാൽ അങ്ങനെ വാശി പിടിച്ചിരുന്നാൽ ശരിയാവുന്നില്ല കുടുംബജീവിതം. അപ്പൊ കുടുംബജീവിതത്തിൽ എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് വളഞ്ഞു പോയാലേ കുടുംബജീവിതം നന്നായിട്ട് പോകുള്ളൂ എന്നുകൂടി ഭഗവാൻ ഇവിടെ കാണിച്ചു തരണം. അങ്ങനെ വേണുഗാനം ചെയ്യുമ്പോൾ ആ വേണുഗാനത്തിൽ പ്രകൃതി തന്നെ മാറുന്നു. എന്താ പ്രകൃതി? കല്ലായിട്ട് നിൽക്കുന്ന ഗോവർദ്ധനം ഉരുകി ഓടുന്നു. ഓടக்கூடிய യമുനാ നദി കുളമ്പുള കട്ടി നിൽക്കുന്നു. പിന്നെ ഭഗവാന്റെ വേണുഗാനത്തിൽ പ്രകൃതി തന്നെ മാറുന്നു പറയുമ്പോൾ ആ വൃന്ദാവനത്തിലെ ഗോപികമാരുടെ കഥ പറയേണ്ട ആവശ്യമില്ല. അവർക്ക് കണ്ണന്റെ ഓടക്കുഴൽ കേട്ട് ദേവിയെ പൂജിക്കാൻ തീരുമാനിച്ചു. കാർത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമഃ. ഈ ഗോപികമാർ അർച്ചിച്ച മാസമാണ് ഈ ഹേമന്തേ പ്രഥമേ മാസി. ഈ ഹേമന്ത ഋതുവിൽ മുതൽ മാസം ധനുർമാസത്തിലാണ് 30 നാളും അവർ ഭഗവാന് ദേവിയെ ഭജിച്ചു. ദേവിയുടെ ഒരു രൂപം യമുനാ തീരത്തിൽ ഒരു തയ്യാർ മണ്ണ് കൊണ്ട് ഉണ്ടാക്കി ആ ദേവിയോട് പ്രാർത്ഥിക്കുന്നു. കാർത്യായനി മഹാമായേ. ഈ ശ്ലോകം ജപിച്ചാൽ, ഈ മന്ത്രം ജപിച്ചാൽ മതി, വിവാഹമാവാത്ത പെൺകുട്ടികൾക്ക് കരുണ പോലെ നല്ല ഭർത്താവ് കിട്ടും എന്നാണ് പറയുന്നു. ഈ മന്ത്രം ജപന്യസ്താഹ. എന്താണ് കാരണം? ദേവിയെ ഭജിക്കുന്നു. ദേവി പറഞ്ഞാൽ മായാസ്വരൂപിണിയാണ്, ഭഗവാൻ പരമാത്മാവാണ്. പരമാത്മാവായ ഭഗവാൻ കിട്ടണമെങ്കിൽ മായാഭഗവതിയെ പൂജിച്ചാലേ ഭഗവാൻ കിട്ടുള്ളൂ. പിന്നെ ലൗകികമായി ചിന്തിക്കുമ്പോൾ ഭർത്താവിനെ വശം ചെയ്യണമെങ്കിൽ ആദ്യ ദിനം ഭർത്താവിന്റെ സഹോദരിയെ പൂജിക്കണം. നാത്തുനെ നന്നായിട്ട് പൂജിച്ചാൽ മതി, പിന്നെ ഭർത്താവിന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും. കുടുംബത്തിൽ കുഴപ്പം ഉണ്ടാകുന്ന മിക്കവാറും അയാളാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ നനാന്ത എന്ന നാത്തുന്റെ പേര് നന്ദ ചേച്ചി നനാന്ത. എത്ര കൊടുത്താലും സത്യം ഉണ്ടാവില്ല, സങ്കടപ്പെടേണ്ട ഒക്കെ പറഞ്ഞതും മറ്റേ. അങ്ങനെ ദേവി ഭഗവാന്റെ സഹോദരി ആയതുകൊണ്ട് സഹോദരി ഭർത്താവിന്റെ സഹോദരിയെ നന്നായിട്ട് പൂജിച്ചാൽ മതി, ഭർത്താവിന്റെ അനുഭവം കൂടി ഉണ്ടാവും എന്നുകൂടി കാണിക്കുന്നു. അങ്ങനെ പൂജിച്ച് 30 ദിവസമാണ് ഇവിടെ പൂജ. അടുത്ത ദിവസം മകര സംക്രാന്തി. ആ മകര സംക്രാന്തിക്ക് വേണ്ടി പുതിയ വസ്ത്രം അച്ഛനമാർ വാങ്ങി കൊടുത്തിട്ടുണ്ട് ഗോപികമാർക്ക്. ആ പുതിയ വസ്ത്രം തലേ ദിവസം തന്നെ അവർ ഉടുത്തി. തലേ ദിവസം ഉടുത്തി ഉറങ്ങിപ്പോയി. കുളിക്കാൻ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായി, ഇത് പുതിയ വസ്ത്രമല്ലേ, കോടി ഉണ്ടല്ലേ, നനച്ചാൽ പിന്നെ അത് പഴയതായി പോകും. കോടി ഉണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഉടുക്കാം. എന്നോട് പണ്ട് ഒരു നമ്പൂതിരി പറഞ്ഞ, ഒരു കോടി കൊണ്ട് ഉണ്ടായാൽ മതി, ഒരു മാസം നമുക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് കുടഞ്ഞ് 5, കുടയാതെ 5. ഈ കോടി കൊണ്ട് കുടയാതെ 5 ദിവസം കൊടുക്കാം. കുടഞ്ഞ് 5 ദിവസം കൊടുക്കാം, 10 ദിവസമാണ്. പിന്നെ ഇങ്ങടെ 5 അങ്ങനെ 5 കറ ഇങ്ങടെ ഇനി മാറ്റി വെച്ച് 5 ദിവസം 10 ദിവസമായി. പിന്നെ ഇങ്ങനെ 5 അങ്ങനെ പിന്നെ എങ്ങനെ വേണമെങ്കിലും 5 എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു മാസം ഈ കോടി കൊണ്ട് നമുക്ക് കൊടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഗോപികമാർ തീരുമാനിച്ചു, ഇത് നനച്ചാൽ പഴയതായി പോകും, അതുകൊണ്ട് അടുത്ത റൂമിൽ ഒരാളും ഇല്ലേ. ഇപ്പൊ വസ്ത്രം അഴിച്ച് കയ്യിൽ വെച്ചു കുളിക്കുന്നു. പറഞ്ഞാൽ എന്റെ അർത്ഥം അത്രയും ചെറിയ കുട്ടികളാണ്. നന്ദവ്രജ കുമാരി കാഹ എന്നാണ് അവിടെ ശുകാചാര്യൻ പറയുന്നു. കുമാരി പറഞ്ഞാൽ 5 വയസ്സ് എന്നാണ് അർത്ഥം. കുമാരി പറയാതെ കുമാരി കാഹ എന്ന് കൂടി പറഞ്ഞു. കപ്രത്യയം സ്വാർത്ഥേ കപ്രത്യ അല്പാർത്ഥേ കപ്രത്യ എന്ന വ്യാകരണത്തിൽ കുറച്ചുകൂടി ചെറുതായി പറയുമ്പോൾ കപ്രത്യം ചേർക്കാറുണ്ട്. കുമാരി കാഹ പറയുമ്പോൾ 5 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളാണ്. എന്താ കാരണം? കണ്ണൻ കല്യാണം കഴിക്കണമെങ്കിൽ 1 വയസ്സിന് താഴെ ഇരിക്കേണ്ടേ. ഇപ്പോൾ കണ്ണന്റെ വയസ്സിന് തന്നെ 6 വയസ്സേ ആയിട്ടുള്ളൂ. അടുത്ത രീതിയാണ് ഗോവിന്ദ പട്ടാഭിഷേകം, ഗോവർദ്ധനോദ്ധാരണം. ഗോവർദ്ധന ഉയർത്തുമ്പോൾ ഭഗവാന്റെ വയസ്സ് പറയുന്നു ശുകാചാര്യൻ. സപ്തഹായനോ ബാലഹ, 7 വയസ്സ് ഉണ്ണിയാണ്.
7 വയസ്സ് ഉണ്ണിയാണ് ഗോവർദ്ധനം ഉയർത്തുമ്പോൾ. അതിന് മുമ്പത്തെ ലീലയാണ് ഈ ലീല. അപ്പൊ എന്താ അർത്ഥം? 6 വയസ്സായിട്ടുള്ളൂ. 6 വയസ്സ് കണ്ട കല്യാണം കഴിക്കുമ്പോൾ മിനിമം 1 വയസ്സ് താഴെ ആവണം. അപ്പൊ 5 വയസ്സ് 4 വയസ്സായിട്ടുള്ളൂ. ഇത് രസമായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ ചിത്രക്കാരനും ബൊമ്മ ഒക്കെ വരയ്ക്കുന്നവരൊക്കെ വലിയ സ്ത്രീകളായി വർണ്ണിക്കുന്നു. പക്ഷെ അത് പ്രമാണമില്ല. പ്രമാണം നമുക്ക് ശുദ്ധാചാര്യനാണ്. അപ്പൊ ആ ചെറുപ്പം വയസ്സായതുകൊണ്ടാണ് വസ്ത്രം കരയിൽ വെച്ച് ഇവർ കുളിക്കുന്ന സമയത്താണ് കണ്ണൻ അവിടെ വന്നു. അവിടെ വസ്ത്രമൊക്കെ എടുത്ത് സ്വന്തം കഴുത്തിലിട്ടു, മരത്തിൽ കയറിയിരുന്നു. കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് വസ്ത്രമില്ല. നോക്കുമ്പോഴാണ് കണ്ണന്റെ കയ്യിൽ ഭഗവാൻ പ്രാർത്ഥിച്ചു, ശ്യാമസുന്ദര തേജാസ്യഃ കരവാമതവോദിതം. ശ്യാമസുന്ദര, നിങ്ങളുടെ വസ്ത്രം തരണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊക്കെ തെറ്റ് ചെയ്തു. വസ്ത്രമില്ലാതെ കുളിച്ചാൽ അത് വർണ്ണർക്ക് ചെയ്യുന്ന അപചാരമാണ്. ആ വർണ്ണർക്ക് ചെയ്ത അപചാരം കൊണ്ട് നിങ്ങളുടെ പുണ്യമൊക്കെ നഷ്ടമായി തീരും. അതിനെ പ്രായശ്ചിത്തമായി എന്ന ഒരു നമസ്കാരം ചെയ്താൽ മതി. ഇവിടെയാണ് ഭഗവാൻ ഗോപികമാർ വെച്ച് നമ്മളോട് പറയുന്നു, ആര് എന്ത് തെറ്റ് ചെയ്താലും അതിന് ഒരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണായ നമഃ, കൃഷ്ണൻ നമസ്കരിച്ചാൽ മതി. അതുകൊണ്ടാണ് എല്ലാ കർമ്മത്തിന്റെ അവസാന ശ്ലോകം ഇതാണ്, പ്രായശ്ചിത്താന് ശേഷാണി തപ കർമാത്മകാണി യാനി തേഷാം. ராதே கிருஷ்ணா மியூட் ஆயிடு. ராதே கிருஷ்ணா மியூட் ஆயிருக்கு. ஸ்ரீ ஹரி சரணம் மம, ஸ்ரீ கிருஷ்ண சரணம் மம, ஸ்ரீ ஹரி சரணம் மம, ஸ்ரீ கிருஷ்ண சரணம் மம, ஸ்ரீ ஹரி சரணம் மம, ஸ்ரீ கிருஷ்ண சரணம் மம, ஸ்ரீ ஹரி சரணம் श्री कृष्ण शरणं मम, श्री हरि शरणं मम, श्री कृष्ण शरणं मम, श्री हरि शरणं मम, श्री हरि शरणं मम, श्री हरि शरणं मम. എന്നപ്പോൾ നമസ്കാരം ചെയ്താൽ മതി പറഞ്ഞപ്പോഴാണ് ഗോപികമാർ ആദ്യം ഒരു കൈ കൊണ്ട് നമസ്കരിച്ചു. ഭഗവാൻ 2 കൈ കൊണ്ട് നമസ്കരിക്കണം പറഞ്ഞപ്പോഴാണ് അങ്ങനെ 2 കൈ കൊണ്ട് നമസ്കരിക്കും. ഇപ്പോഴൊക്കെ കുട്ടികൾ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. 2 കൈ കൊണ്ട് ഭഗവാൻ നമസ്കരിക്കണം. അങ്ങനെ 2 കൈ കൊണ്ട് അവർ തൊഴുതപ്പോഴാണ് അവരുടെ വസ്ത്രം ഭഗവാൻ വെച്ചു കൊടുത്തു. വസ്ത്രാപഹരണം പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ജീവനക്ക് ശരീരമാണ് വസ്ത്രം. വസ്ത്രം മോഷ്ടിച്ചു പറഞ്ഞാൽ ശരീര അഭിമാനം ഭഗവാൻ മാറ്റി. ശരീര അഭിമാനം ഉള്ളവരെ ഭഗവാനെ കിട്ടി. ഭഗവാൻ ശരിക്കും ഒരു സന്യാസ ദീക്ഷയാണ് കൊടുക്കുന്നത്. സന്യാസിമാർക്ക് സന്യാസ വസ്ത്രം കൊടുക്കും മുമ്പ് വസ്ത്രമില്ലാതെ നിർത്തിവെക്കും, പിന്നെ വസ്ത്രം കൊടുക്കുള്ളൂ. അങ്ങനെ ഗോപികമാർക്ക് ഒരു സന്യാസ ദീക്ഷയാണ് ഭഗവാൻ ചെയ്തത്. സാധാരണ കാമത്തെ ജയിക്കാൻ പറ്റില്ല. ഇവിടെ പറയുന്നു, ഭർജിത ക്വചിത ദഹനാഹ പ്രായോ ബീജായ നിഷ്യതേ നമൈ ആവേശിദ്ധ്യാം കാമായ കൽപ്പതേ. വറുത്ത ധാന്യം, വേവിച്ച ധാന്യം എങ്ങനെ വീണ്ടും മുളയിടല്ലയോ, അതുപോലെ കൃഷ്ണഭക്തി കൊണ്ട് ശുദ്ധമായ നിങ്ങളുടെ ഹൃദയത്തിൽ കാമം ഉണ്ടാവില്ല എന്ന് ഭഗവാൻ വലിയ അനുഗ്രഹം ചെയ്തു. അതിനുശേഷം 3 ലീലകളാണ് അവിടെ പറയുന്നു. വിപ്രപത്നി മോക്ഷം, ഗോവിന്ദ പട്ടാഭിഷേകം, രാസലീല. ഇത് 3 ആൾക്കാരുടെ അഹങ്കാരം മാറ്റാൻ വേണ്ടിയാണ്. വൃന്ദാവനത്തിൽ തന്നെ ഭക്തവിലോചനം എന്ന സ്ഥലത്ത് ചില യാഗം ചെയ്യുന്ന ദീക്ഷിതന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് ജാതി കൊണ്ട് അഭിമാനം ഉണ്ടായിരുന്നു. അവരുടെ അഭിമാനം, അവരുടെ അഹങ്കാരം മാറ്റാൻ വേണ്ടിയാണ് ഭഗവാൻ ആ ഗ്രാമത്തിൽ ചെന്നു ആ യജ്ഞഭക്തിമാർക്ക് മാത്രം ദർശനം കൊടുത്തു. ഒരേ ഗ്രാമത്തിൽ സ്ത്രീകളൊക്കെ ഭഗവാനെ കണ്ടു, പുരുഷന്മാർ കണ്ടില്ലേ. എന്താ കാരണം? അവർക്ക് അഹങ്കാരം. അതുകൊണ്ടാണ് അവർക്ക് ദർശനം കിട്ടില്ലേ. അതിലും കൂടുതൽ ഭക്തിയുള്ള ഒരു വിപ്രഭക്തിക്ക് ഭഗവാൻ സ്വന്തം പാദത്തിൽ സ്ഥാനം കൊടുത്തു, മോക്ഷം തന്നെ കൊടുത്തു. അഹങ്കാരം ഉണ്ടായാൽ ഭഗവാൻ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ വർണ്ണിക്കുന്നത്. പിന്നെ അടുത്ത കഥയിൽ ദേവേന്ദ്രന്റെ അഹങ്കാരം, ഇന്ദ്രനക്ക് അഹങ്കാരം. ആ അഹങ്കാരം മാറ്റാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? ഇന്ദ്രപൂജയെ വേണ്ടാൻ പറഞ്ഞു. ഗോവർദ്ധനത്തെ പൂജിച്ചോളാൻ പറഞ്ഞു. ഗോവർദ്ധന പൂജ പറഞ്ഞതിന്റെ അർത്ഥം മലയെ പൂജിക്കുന്നത് മാത്രമല്ല, മലകളെയും മരങ്ങളെയും നമ്മൾ കാത്ത് രക്ഷിക്കണം. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? മലകളൊക്കെ ഉടച്ച് റോഡ് ഉണ്ടാക്കുന്നു, മരങ്ങളെ വെട്ടി ഫർണിച്ചർ ഉണ്ടാക്കുന്നു. അവസാനം മഴയില്ല പറയും. പിന്നെ മഴ വന്നാൽ കൂടുതലാവും. ഇതൊക്കെ ഇങ്ങനെ ആവാൻ എന്താ കാരണം?
അതിവൃഷ്ടി അനാവൃഷ്ടിയൊക്കെ ഉണ്ടാവാൻ കാരണം പ്രകൃതിയെ നമ്മൾ വേണ്ട വിധത്തിൽ കാത്തു രക്ഷിച്ചില്ലെങ്കിൽ പ്രകൃതി നമ്മളെ നശിപ്പിക്കും. ആ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കണം എന്നും കൂടി ഭഗവാൻ അവിടെ കാണിച്ചു തന്നു. ഗോവർദ്ധന പൂജ ചെയ്തപ്പോഴാണ് ഇന്ദ്രർക്ക് ദേഷ്യം വന്നു, മഴയെ ഉണ്ടാക്കി. ഇന്ദ്രോ നാശായ വർഷതി, ആ മഴ കണ്ടപ്പോൾ ഇത് ജീവിപ്പിക്കാമെന്ന മഴയല്ല, നശിപ്പിക്കാനുള്ള മഴയാണ് മനസ്സിലാക്കി അവരെല്ലാവരും ഭഗവാനെ ശരണം പ്രാപിച്ചു. ഗോവിന്ദം ശരണം നെയ്യുഹു. ഭഗവാൻ 7 വയസ്സ് കണ്ണൻ 7 ക്രോശം 7 ഫർലാങ് ദൂരമുള്ള ഈ ഗോവർദ്ധനഗിരി 7 ദിവസം ഇങ്ങനെ പിടിച്ച് കയറ്റി നിന്നു. ആ സമയത്താണ് എല്ലാവരും ഭഗവാന്റെ ഒപ്പം വൃന്ദാവനത്തിൽ ഈച്ച പൂച്ച പശുപക്ഷി സകലരും ഭഗവാന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത ലീലയാണ്. അതുകൊണ്ടാണ് മീരാബായി പാടുമ്പോൾ മീരാ കേ പ്രഭു ഗിരിധരനാഗര ഹരിചരണ ചിത്തഡോലത്തൊത്തിമൈനാരാധേ കൃഷ്ണ. മീരാബായി തന്റെ ഓരോ കീർത്തനത്തിലും മീരാ കെ പ്രഭു ഗിരിധരനാഗര, ഈ ഗിരിധരനാഗരൻ എന്ന് ഭഗവാനെ സ്തുതിക്കുന്നു. കാരണം ഈ ലീലയിലാണ് ഭഗവാൻ എല്ലാവരെയും കൂട്ടിച്ചേർത്തു തന്റെ ഒപ്പം. നമ്മൾ തന്നെയും സ്വീകരിക്കുന്നതിന് പ്രാർത്ഥിച്ചിട്ടാണ് മീരാബായി പാടുന്നു. ഗോവർദ്ധനമെന്നും കൊട്ടക്കുടയെ, ഒരു കുട പോലെയാണ് ഭഗവാൻ പിടിച്ചത്. കുടയിൽ ഒരു അടിയിൽ ഒരു വടി ഉണ്ടാവും, ഇങ്ങനെ വളഞ്ച്. അതുപോലെ ഭഗവാന്റെ കൈ തന്നെ ഇങ്ങനെ വളഞ്ച വടി പോലെയാണ്. കുടയിൽ ഇടയ്ക്കിടയ്ക്ക് കമ്പികൾ ഉണ്ടാവും. ഭഗവാൻ ഇങ്ങനെയാണ് പിടിച്ചിരുന്നത്. ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ എന്താണ്, ഭഗവാന്റെ വിരലുകൾ തന്നെ കമ്പി പോലെ ആയിരുന്നു. പിന്നെ കൊടയിൽ ചുറ്റി ഒരു മുത്തുക്കൊടയിൽ നിറയെ മുത്തുകളൊക്കെ ഉണ്ടാവും. അവിടെ മഴയുടെ ധാര ഇങ്ങനെ ചുറ്റി വീഴുമ്പോൾ അത് മുത്തു പോലെയായിരുന്നു. ആ ഗോവർദ്ധന മലയിൽ ഒരു ആന ഉണ്ടായിരുന്നു. ആ ആന മതം പൊട്ടി ഒരു ദിവസം മഴയിൽ പൊട്ടിയപ്പോൾ ദന്തം കൊണ്ട് ആ ആനയുടെ ദന്തം ഒന്ന് മുറിഞ്ഞു പോയി. പിന്നെ മതം ശരിയായ ശേഷം വെള്ളം കുടിക്കാൻ കുളത്തിൽ ചെന്നപ്പോഴാണ് ആനയ്ക്ക് മനസ്സിലായി തനിക്ക് ഒരു പല്ല് പോയല്ലോ. ഈ പല്ല് എവിടെ പോയി അന്വേഷിക്കുമ്പോഴാണ് ഇടയ്ക്ക് അർദ്ധചന്ദ്രനെ കണ്ടു ആകാശത്തിൽ. അർദ്ധചന്ദ്രനെ കണ്ടപ്പോൾ ആന വിചാരിച്ചു എന്റെ ദന്തമാണ് അങ്ങോട്ട് പോയി, ആകാശത്തിൽ പോയല്ലോ വിചാരിച്ച് എല്ലാ ദിവസവും ഈ ആന അത് എടുക്കാൻ ശ്രമിക്കും, അർദ്ധചന്ദ്രനെ എടുക്കാം. പക്ഷെ പറ്റുന്നില്ല. ഇന്ന് ഭഗവാൻ മല ഒന്ന് ഉയർത്തി കൊടുത്തപ്പോൾ ആന വിചാരിച്ചു ഇന്ന് കുറച്ച് മല പൊക്കിയല്ലോ, ഇന്ന് നമുക്ക് ശ്രമിക്കാൻ വിചാരിച്ച് ആന ആ മലയുടെ മുകളിൽ 2 കാലം കൊണ്ട് നിൽക്കുന്നു. 2 കാലം നീട്ടി തന്നെ തുമ്പിക്കും ഉയർത്തി പിടിച്ചു നിൽക്കുമ്പോൾ കൊടയുടെ മുകളിൽ ഒരു ഓങ്കാരം ചിഹ്നം പോലെയാണ് ഈ ആന നിൽക്കുന്നു. ഗോവർദ്ധനമെന്നും കൊടയായിട്ട് ഭഗവാൻ പിടിച്ചു. ചില ഭക്തന്മാർ പാടുമ്പോൾ ഭഗവാൻ ആ ഗോവർദ്ധന മലയെ അടിയോട് പിടിക്കാതെ അതിന്റെ നുടിയിൽ പിടിച്ചിങ്ങനെ മാറ്റി പിടിച്ചു എന്നാണ് അവർ പഠിക്കുന്നത്. ഉദ്വർത്തമാനേ പരിവർത്തമാനേ എന്നാണ് വേദാന്ത ദേശികൻ എന്ന് പറയുന്നത്. ആ മലയുടെ ശിഖരം നുടിയിൽ പിടിച്ചിങ്ങനെ മാറ്റി പിടിക്കാൻ എന്താ കാരണം, ഈ പശുക്കൾക്ക് പുല്ല് കിട്ടേണ്ടേ, അടിയിൽ പിടിച്ചാൽ അതിർക്ക് പുല്ല് കിട്ടാതാവും. ഒന്ന് മാറ്റി പിടിച്ചാൽ ഒപ്പം പശുക്കൾക്ക് പുല്ല് കിട്ടാൻ വേണ്ടി ഇങ്ങനെ മാറ്റി പിടിച്ചു. ചിലപ്പോൾ അങ്ങനെ തിരിച്ചു കൊടുക്കും. എന്താ കാരണം, ഡൈനിങ് ടേബിൾ അവിടെ ഇരിക്കുന്ന ഉപ്പിലിട്ട് ഇവിടെ വരാൻ വേണ്ടി ചുറ്റുന്ന ഡൈനിങ് ടേബിൾ പോലെയാണ് ഭഗവാൻ ആദ്യമായി അങ്ങനെ അത് തിരുപ്പി കൊടുത്തു. അവർക്ക് അനുഗ്രഹം ചെയ്തു. ഇന്ദ്രന്റെ അഹങ്കാരം മാറി. ഇന്ദ്രൻ ഐരാവതം കൊണ്ടുവന്ന ആകാശഗംഗ ജലമും അതേപോലെ കാമധേനു കൊണ്ടുവന്ന പാളും വെച്ച് ഭഗവാൻ കാർത്തിക നടത്തുന്നു. ഇന്ദ്രകാസുരസാകം നോദിതോ ദേവമാതൃഭിഃ അഭ്യഷിച്ചതാർഗം ഗോവിന്ദൈതി ചഭ്യധാത്. ഈ സമയത്താണ് ഭഗവാനക്ക് ഗോവിന്ദൻ എന്ന പേര് കിട്ടി. ഭഗവാൻ ഇന്ദ്ര, പശുക്കൾക്ക് നാഥൻ ഭഗവാൻ എന്ന് ഭഗവാനക്ക് പട്ടാഭിഷേകം ചെയ്തു. അവിടെ വന്ന തുമ്പുരു നാരദാദികളൊക്കെ ഭഗവാന്റെ നാമങ്ങളെ പാടി. ഗോവിന്ദ ഗോപാല ഹേ ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹേ ഗിരിധാരി, ഹേ ഗിരിധാരി പ്രഭോ ഗിരിധാരി, പ്രഭോ ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹേ ഗിരിധാരി, ഗോവിന്ദ ഗോപാല നന്ദ കുമാര നവനീത ചോര, നന്ദ കുമാര
गोविंदा गोपाला गे गिरिधारी गोविंदा गोपाला गे गिरिधारी हे गिरिधारी प्रभो गिरिधारी हे गिरिधारी प्रभो गिरिधारी मीरा प्रभु गोवर्धन गिरिधर लाल की जय അതിനുശേഷം നന്ദഗോപൻ ഏകാദശി വ്രതം അനുഷ്ഠാനം ചെയ്ത് ദ്വാദശി ദിവസം രാവിലെ 3 മണിക്ക് കുളിക്കാൻ പോയി. 3 മണിക്ക് കുളിക്കാൻ പാടില്ല. 3 മണി മുതൽ 4 മണി വരെ ദേവന്മാർ കുളിക്കുന്ന സമയമാണ്. അത് ദേവസ്നാനം. ഗുരുവായൂർ നമ്പൂതിരി അങ്ങനെയുള്ള ദേവതുല്യരാണവർ കുളിക്കാം. 4 മണി മുതൽ 5 മണിയുള്ള ഒരു സ്നാനമാണ് ഋഷി സ്നാനം. അത് നമുക്ക് ചെയ്താൽ ഋഷി പോലെ ആവാം. 4 മണി മുതൽ 5 മണിയുള്ള സ്നാനം. 5 മണി മുതൽ 6 മണിക്കുള്ള സമയത്ത് കുളിക്കുന്നതാണ് മനുഷ്യ സ്നാനം. അത് മനുഷ്യ സ്നാനമാവും. പിന്നെ 6 മണിക്ക് ശേഷം സൂര്യോദയത്തിന് ശേഷം കുളിച്ചാൽ അത് രാക്ഷസ സ്നാനമാണ്. ഇപ്പൊ മിക്കവാറും എല്ലാവരും രാക്ഷസ സ്നാനമാണ് ചെയ്യുന്നത്. കേരളീയർ അങ്ങനെ ചെയ്യാറില്ല, അവർ വേഗം കുളിക്കാറുണ്ട്. പൊതുവെ ഈ മാസത്തിൽ എല്ലാവരും സൂര്യൻ ഉദിക്കും മുമ്പ് തന്നെ കുളിച്ച് അവരുടെ വീട്ടിലോ അടുത്തുള്ള അമ്പലത്തിലോ പൂജ ചെയ്താൽ ഈ ധനുർമാസത്തിൽ ഒരു ദിവസം സൂര്യോദയം ലോകത്തേക്ക് കൊണ്ടുപോയി വർണ്ണലോകത്തിൽ ചെന്ന് ഭഗവാൻ അച്ഛനെ തിരിച്ചു കൊണ്ടുവന്നു. കാരണം ഇത് ശാസ്ത്രമാണ്. ദ്വാദശി ദിവസം മാത്രം അങ്ങനെ 3 മണിക്ക് കുളിച്ചാൽ തെറ്റ് ചെയ്യുന്ന ശാസ്ത്രം അതായിട്ടുണ്ട്. ഇവിടെ വരുണനെ ജയിച്ചു വയ്യാന്താ കാരണം വരുണൻ നാവിന്റെ ദേവതയാണ്. നാവ് ജയിക്കണം. ഒന്ന് സംസാരിക്കുന്ന വിഷയത്തിലും ഒന്ന് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലും. ഇത് നാവ് ജയിച്ചാൽ പിന്നെ നമുക്ക് രാസലീലയിൽ പങ്കെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് വരുണജയം വർണ്ണിക്കുന്നു. എല്ലാവർക്കും ഭഗവാന് മനസ്സിലായപ്പോൾ വൈകുണ്ഠം കാരണം ആഗ്രഹം ഉണ്ടായി. അവരെല്ലാവരും വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി ഭഗവാൻ. വൈകുണ്ഠ ദർശനമാണ് റാസലിക്ക് മുമ്പത്തെ ലീല. വൈകുണ്ഠം കണ്ടിട്ടും അവർ വേണ്ടാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വൈകുണ്ഠം വേണ്ട, വൃന്ദാവനം മതി. കാരണം വൈകുണ്ഠത്തെക്കാൾ ആനന്ദം വൃന്ദാവനത്തിലാണ്. വൈകുണ്ഠത്തെക്കാൾ ശ്രേഷ്ഠം വൃന്ദാവനമാണെന്ന് ഗോപികമാർ തന്നെ പാടുന്നു. ജയതി തേധികം ജന്മനാമ്രജഃ ശ്രയത ഇന്ദിരാ സസ്വദത്തഹി ദൃശ്യതാം വിക്ഷുതാവകാഃ ത്വയി ധൃതാസവഃ ത്വാം വിചിന്തതേ ജയതി തേധികം. ഗോപികമാർ പാടുമ്പോൾ ജയതിത്തെ അധികം, ഈ വൃന്ദാവനം അധികമായി പ്രകാശിക്കുന്നു. എതക്കാൽ അധികം നോക്കുമ്പോഴാണ് വൈകുണ്ഠാലവി വൃന്ദാവനം ശ്രേഷ്ഠം. വൈകുണ്ഠത്തെക്കാൾ ശ്രേഷ്ഠമാണ് വൃന്ദാവനം. വൈകുണ്ഠത്തിൽ മഹാലക്ഷ്മി നിത്യവാസം ചെയ്യുന്നില്ല. ശ്രേത ഇന്ദിര ശശ്വതത്രഹി. മഹാലക്ഷ്മി ശശ്വത് എപ്പോഴും വൃന്ദാവനത്തിലാണ്. കണ്ണന്റെ ലീലകൾ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു. വൃന്ദാവനത്തിന്റെ മഹിമ പറയുന്നു. ഒരു ദിവസം ശരത്കാലം കണ്ണൻ പൗർണമി ദിവസം വേണുഗാനം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ ഭഗവാന്റെ വേണുഗാനം കേട്ട് ഗോപികമാർ ഓടി വരുന്നു. അവരുടെ കാര്യങ്ങൾക്ക് ഇവിടെ കഥ പറയുമ്പോൾ സുഖാചാര്യനോ ആയപ്പോൾ അന്യോന്യം അലക്ഷ്യബോധ്യമാഹ. റാസലിക്ക് ഗോപികമാർ ചെന്നു പറയാതെ വന്നു പറയുന്നു. കാരണം സുഖാചാര്യൻ അവിടെ ഭഗവാന്റെ ഒപ്പം ഉണ്ട്. ഗുണം നേരിട്ട് നോക്കിയാണ് പറഞ്ഞു ആര്യത്വം. ആ ഗോപികമാർ വന്നപ്പോൾ അവർക്ക് ആദ്യം സ്വധർമ്മം ഭഗവാൻ ഉപദേശിച്ചു. സ്ത്രീകൾക്ക് പ്രത്യേകം അമ്പലത്തിന് പോകേണ്ട ആവശ്യം തന്നെ ഇല്ലേ. ഭക്തശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോദ്യമായയാം. സ്ത്രീകൾക്ക് സ്വന്തം ഭർത്താവ് തന്നെ ദൈവം. ഭർത്താവിന്റെ ബന്ധുക്കളാണ് ഉപദേവന്മാർ. ഒരു ക്ഷേത്രത്തിൽ പോയാൽ ശിവക്ഷേത്രമോ വിഷ്ണുക്ഷേത്രമായാലും ഉപദേവന്മാർ ഉണ്ടാവും. അവിടെ ശാസ്താവ്, ദേവി, ഭഗവതി, നാഗം ഇങ്ങനൊക്കെ ഉണ്ടാവും ഉപദേവന്മാർ. ഒരു പൂജയ്ക്ക് പോകുന്ന ശാന്തിക്കാരൻ പ്രധാന ദൈവത്തിന് മാത്രം പൂജ ചെയ്യും പറഞ്ഞാൽ ദോഷമാണ്. പ്രധാന ദൈവത്തിന് പൂജ നടത്തിയാൽ ഉടനെ തന്നെ ഉപദേവന്മാർക്കും പൂജ നടത്തണം. അതുപോലെ ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ പൂജിക്കുന്നതിനൊപ്പം ഭർത്താവിന്റെ അച്ഛനമ്മമാർ, അതുപോലെ ഭർത്താവിന്റെ സഹോദരന്മാർ അവരൊക്കെ പൂജിക്കണം. ഇത് പറഞ്ഞപ്പോൾ ഗോപികമാർ സ്ത്രീകൾക്ക് വേറെ
അമ്പലത്തിൽ പോകേണ്ട സമയം തന്നെ കിട്ടുന്നില്ലല്ലോ. എപ്പോഴും തുടച്ച സ്ഥലം തന്നെ വീണ്ടും വീണ്ടും തുടയ്ക്കുന്നു, അലക്കിയ മുടനെ വീണ്ടും വീണ്ടും അലക്കുന്നു, തേച്ച പാത്രം തന്നെ വീണ്ടും വീണ്ടും തേക്കുന്നു, തേച്ച പാത്രം തേച്ച് തുടച്ചിടണം തുടച്ച് ഇന്ന് എപ്പോഴും ഇത് തന്നെ ചെയ്യണം. ഞങ്ങൾക്ക് ഭക്തി ചെയ്യണ്ടേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു അങ്ങനെ അത് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ പോയി എന്നെ നോക്കിക്കോളൂ. ശ്രവണാത് ദർശനാത് ധ്യാനാത് മയി ഭാവോന്നു കീർത്തനാത് നതഥാ സന്നികർഷേണ പ്രതിജാത തതോ ഗൃഹാ. അടുത്തുള്ള അമ്പലത്തിൽ എന്നെ ദർശനം ചെയ്തോളൂ, എന്റെ കഥകളെ കേട്ടോളൂ, എന്റെ ഗുണങ്ങളെ പാടിക്കോളൂ പറഞ്ഞപ്പോഴാണ് ഗോപികമാർ ഒരു പാട്ട് പാടി. അതാണ് പ്രണയഗീതം. ആ പ്രണയഗീതം പാടിയ ശേഷം ഭഗവാൻ ഒരു ഗോപി ഒരു കൃഷ്ണൻ, ഒരു ഗോപി ഒരു കൃഷ്ണൻ റൗണ്ടായി നർത്തനം ചെയ്യുന്നു. എന്നാൽ ഒരു ഗോപി ഒരു കൃഷ്ണൻ റൗണ്ടായി നർത്തനം ചെയ്യുന്നതാണ് രാസം. രാസം പറഞ്ഞാൽ ശരിക്കും സാരം. ഏതാണ് സാരം? അതാണ് രാസം. ഇങ്ങനെ നർത്തനം ചെയ്യുമ്പോൾ തന്നെ ഗോപികമാർ ഇടയ്ക്ക് ഇങ്ങനെ ആകാശത്തിൽ നോക്കുമ്പോൾ മഹാലക്ഷ്മികളും കാത്തിരിക്കണം, എനിക്കൊരു സ്ഥാനം കിട്ടുമോ. മഹാലക്ഷ്മിക്ക് പോലും രാസയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. മഹാലക്ഷ്മിക്ക് പോലും കിട്ടാത്ത ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയല്ലോ വിചാരിച്ചപ്പോൾ തന്നെ ഭഗവാൻ അന്തർധാനം ചെയ്തു. കാരണം അവർക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായപ്പോൾ അവരെ ഉപേക്ഷിച്ച് രാധയെ മാത്രം ഭഗവാൻ കൊണ്ടുപോയി. രാധയെ മാത്രം കൊണ്ടുപോകുമ്പോൾ അവർ അന്വേഷിച്ച് വരുന്നു. ഒരു സ്ഥലത്ത് രാധയും അഹങ്കാരം പോലെ അഭിനയിച്ചു. അഭിനയിക്കാൻ എന്താ കാരണം? രാധയ്ക്ക് ആഗ്രഹം ഗോപികമാരോട് ചേർന്ന് ഭഗവാൻ ആശ്രയിക്കും. അപ്പൊ രാധയും ഭഗവാൻ ഉപേക്ഷിച്ചിരുന്നപ്പോഴാണ് ഗോപികമാരും രാധയും കണ്ണൂട്ടി. രാധാദേവി പറഞ്ഞു, ഒരു സ്ഥലത്തിൽ ഇരിക്കുന്നു, ഉറക്കത്തിൽ ഇല്ല പറഞ്ഞാൽ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. എല്ലാ ദിക്കിലും ഇരിക്കുന്ന കൃഷ്ണനെ എവിടെ അന്വേഷിക്കാൻ പറ്റും? എങ്കും നിറൈந்தாயே നീ എങ്കും അറിந்தாயோ എങ്കും ഉனை நான் தேடி அலைந்தேன். എല്ലാ ദിക്കിലും ഇരിക്കുന്ന ഭഗവാനെ തേടി അടയേണ്ട ആവശ്യമില്ല. പാടിയാൽ നമുക്ക് പ്രാപിക്കാൻ വന്നത് ഗോപികമാർ ഗോപികാഗീതം പാടുന്നു. എങ്ങനെ ഗീതം പാടണം? ഗോപി വൃന്ദം പറഞ്ഞാൽ ഗോപി വൃന്ദം എങ്ങനെ ഐക്യം തന്മനസ്കാഹ തദാലാപാഹ തദ്വിജേഷ്ടാസ്തദാത്മികാഹ. നമ്മളൊക്കെ പാടുമ്പോൾ പ്രേക്ഷകന്മാരെ നോക്കി അവർ നന്നായിട്ട് തല കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കി പാടാറുണ്ട്. ഗോപികമാർ അങ്ങനെയില്ല. പാടുന്ന സമയത്ത് കൃഷ്ണൻ അവിടെ ഉണ്ടോ, കൃഷ്ണൻ തല കൊടുക്കുന്നുണ്ടോ, അങ്ങനെ കൃഷ്ണനെ നോക്കി തൻ മനസ്കാഹ തദാലാപാഹ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അവർ ഗോപികാഗീതം പാടുന്നു. ഈ ഗോപികാഗീതത്തിൽ പറയുന്നു, ഞങ്ങളെ വിട്ടു പോയല്ലോ സങ്കടമില്ലേ, ഞങ്ങളെ വിട്ടു പോയ നിനക്ക് എന്റെ കാലിൽ കല്ലും മുള്ളു കുത്തുവോ. അതാണ് എന്റെ കാലിൽ കല്ലും മുള്ളും കുത്തി സങ്കടം ഉണ്ടാവുമോ? അതാണ് നിങ്ങൾക്ക് സങ്കടം പറഞ്ഞപ്പോഴാണ്. ഇത് പറയാനും പറ്റാതെ അറിയാൻ തുടങ്ങി, അതും പറ്റാതാകുമ്പോഴാണ് ഗോപികമാരുടെ മധ്യയിൽ ഭഗവാൻ വടക്കുള്ളമായി പ്രത്യക്ഷപ്പെട്ടു. ഗോപികമാർ ഭഗവാനോട് ചോദിച്ചു, ഇന്ന വിശ്വസിച്ച് വന്ന ഞങ്ങളെ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ആക്കി പോയല്ലോ. ഞങ്ങൾക്ക് ആരെങ്കിലും കള്ളന്മാർ കയറി വന്ന് ബുദ്ധിമുട്ടിപ്പിച്ചാലോ, അല്ല പുള്ളിസിംഗം കരടി വന്നാലോ, ദുഷ്ടന്മാർ അസുരന്മാർ ആരെങ്കിലും വന്നാലോ എന്ത് ചെയ്യും? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ പോയ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായോ? എന്നെ അന്വേഷിച്ച് നടന്ന നിങ്ങളുടെ കാലിൽ കല്ലും മുള്ളുകളും കുത്തിയോ ചോദിച്ചപ്പോൾ ഇല്ലയോ പറഞ്ഞു. എന്താ കാരണം? നിങ്ങളുടെ ഒപ്പം ഞാൻ അടുത്തുണ്ടായിരുന്നു. നിങ്ങൾ വരുന്ന വഴിയിൽ കല്ലും മുള്ളുമൊക്കെ പൊറുക്കി മാറ്റിയിട്ട് നിങ്ങളുടെ ഒപ്പം തന്നെ ഞാൻ ഉണ്ടായിരുന്നു. നേരിട്ട് വരാത്ത കാരണം എന്താണ് ചോദിച്ചാൽ, നേരിട്ടിരിക്കുമ്പോൾ സ്മരണം ഉണ്ടാവില്ല. ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുമ്പോൾ ഇടയ്ക്കും ഇടിപിടി ശണ്ടയായി. ഒരു മാസം പിരിഞ്ഞിലെത്തുന്നാൽ എപ്പോഴും ഭർത്താവിന്റെ സ്മരണം ഉണ്ടാവും. അതുപോലെയാണ് പിരിഞ്ഞിരിക്കുമ്പോഴാണ് സ്മരണം കൂടുതലാവും. അപ്പൊ ഞാൻ കുറച്ച് മാറി നിൽക്കുമ്പോൾ എന്നെ സ്മരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ വിചാരിച്ചിട്ടാണ് കുറച്ചു നേരം മാറി നിൽക്കും പറഞ്ഞത്. വീണ്ടും പ്രാസലീല തുടങ്ങി. കേശപാസധൃതപിഞ്ചികാവിതതി സഞ്ചലൻ മകരകുണ്ഡലം കാരജാലഗണമാലികാലളിതമംഗരാഗഗണസൗരഭം പീതചേലധൃത കാഞ്ചികാഞ്ചിതമുദഞ്ചതം സുമണിനൂപുരം
रासकेलि परिपोषितं तव विरूपमीश कलयामहे. വീണ്ടും ഒരു കൃഷ്ണൻ ഒരു ഗോപി ഇങ്ങനെ റൗണ്ടായി നടത്തണം. ഈ ലീല വർണ്ണിക്കുന്നു ലീലാശ്വൻ. അങ്കനാം അങ്കനാം അന്തരേ മാധവ മാധവം മാധവൻ ഇത്തമാകൽപിതേ മണ്ഡലേ മഞ്ജഗാ സഞ്ജഗോ വേണുനാ ദേവകീ. ഒരു ഗോപി ഒരു കൃഷ്ണൻ അവരുടെ ഇടയിൽ ഓടക്കുളവായി ഒരു കൃഷ്ണൻ പ്രത്യേകം തനിച്ചിരിക്കുന്നു. ആ കൃഷ്ണൻ ആർക്കാണ് ചോദിച്ചാൽ ബില്വമംഗല സ്വാമി പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു കൃഷ്ണൻ വേണ്ടേ. അങ്ങനെ ഭഗവാൻ രാസലീല ചെയ്ത് ഗോപികമാർ അനുഗ്രഹിച്ചു. അതേപോലെ ഗോപികമാരുടെ വീട്ടിലും ആ ഗോപിയുടെ രൂപം സ്വീകരിച്ച് അവരുടെ ഭർത്താക്കളെയും അനുഗ്രഹിച്ചു. എല്ലാവരെയും അനുഗ്രഹിച്ചു. കാമദേവൻ വില്ലുമായി കറുമ്പ് വില്ലുമായി അവിടെ വന്നു. വന്ന കാമദേവൻ പോലും മന്മഥനായ ഭഗവാന്റെ രൂപം കണ്ടപ്പോൾ കറുമ്പുവില്ലും മുറിച്ചു. ഭഗവാന്റെ കാൽക്കളിൽ വീണ് നമസ്കരിച്ചു. എനിക്കും ഒരു ഗോപിയായി ജനിക്കാൻ ഭാഗ്യം തരണേന്ന് പ്രാർത്ഥിക്കുന്നു. കാമത്തെ ജയിച്ച ലീലയാണ് ഈ രാസലീല. ഈ രാസലീല ആരാണ് കേൾക്കുന്നുവോ അവർക്കും ഹൃദ്രോഗമാ സ്വപഹിനോത്യചിരേന ധീര. അവിടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന കാമകോപം മുതലായ രോഗങ്ങളൊക്കെ മാറി നല്ല സ്വഭാവം ഉണ്ടാവും. ഹൃദയത്തിൽ രോഗമുള്ളവർ, ഹാർട്ട് അറ്റാക്ക് മുതലിയ ഹൃദയ രോഗമുള്ളവർക്കും ഈ രാസലീല പാരായണം ചെയ്ത് ശ്രമിച്ചാൽ അവിടെ ഹൃദയ രോഗങ്ങളും മാറിക്കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാസലീല സമർപ്പിക്കുന്നു. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ശ്രേഷ്ഠമായ ലീലയാണ് ഈ രാസലീല. സാരം രാസം. ശരിക്കും രാസലീല ആരോടാണ് പറയുന്നത് വെച്ചാൽ ഗോപി വൃന്ദത്തോടാണ് പറയുന്നത്. എനിക്ക് ആ ഭാഗ്യം കിട്ടി. ഗോപി വൃന്ദത്തിൽ ഈ രാസലീല ഭഗവാന്റെ ലീലകൾ പറയാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇത് ശ്രമിച്ചിരിക്കുന്ന എല്ലാവർക്കും കണ്ണൻ രാധിക്ക് കിട്ടിയതുപോലെ നമുക്കും ഓരോ കണ്ണൻ പ്രത്യേകമായി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടും സമർപ്പിക്കുന്നു. ശ്രമിക്കുന്ന എല്ലാവർക്കും കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ. ജയ രാസവിഹാരി ലാൽ കീ ജയ. ജയ രാധാറാണി കീ ജയ. ജയ വൃന്ദാവന ധാम की जय. राधे कृष्ण.